ഇവിടെയും ഒത്തിരി യുവതി യുവാക്കളുണ്ട്, നല്ല പ്രായത്തിലുള്ളവരുണ്ട്. നിങ്ങൾ ദൈവത്തോട് അടുത്തു വരുമ്പോൾ പലരും പറയും വെറും മണ്ടത്തരമാണ്, വെറും പൊട്ടത്തരമാണ്, നിങ്ങളല്ലാണ്ട് ധ്യാനത്തിന് പോകുമോ? ദൈവത്തോട് വിട്ടുപിരിയാത്ത ബന്ധമുള്ളവനെ ദൈവം എന്തേരെ അനുഗ്രഹിച്ചുവെന്ന് കാലം തെളിയിക്കും. അതിനു മുമ്പ് ഈ വചനം തെളിയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണെന്ന് നാളുകളിൽ കാലം തെളിയിക്കും. ജീവിതം അതിന് തെളിവായി നിൽക്കും. ആമേൻ. ഇന്ന് കേൾക്കുന്ന വചനം അത് വിശ്വാസത്തോടെ എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹങ്ങൾ മുളപൊട്ടാൻ തുടങ്ങും. മഴ പെയ്യുമ്പോൾ ആ വെള്ളം മണ്ണിൽ ചെന്ന് വീണ് വിത്തിനെ മുളപ്പിക്കുന്നത് പോലെ നാം വിശ്വാസത്തോടെ കേൾക്കുന്ന വചനങ്ങളും ചെയ്യുന്ന ആരാധനകളെല്ലാം നമ്മുടെ അകത്തുള്ള ചില നന്മകൾ മുളപൊട്ടി വളരാൻ കാരണമായി മാറും. ഇന്നൊത്തിരി അനുഗ്രഹത്തിൻ്റെ ദൈവിക ഇടപെടലിൻ്റെ ഒരു സമയമായി മാറട്ടെ. ഏറ്റവും ആത്മാർത്ഥതയോടെ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരെ നിന്ന് വന്നവരുണ്ട്, സമീപത്ത് നിന്നുള്ളവരുണ്ട്, ഞങ്ങളുടെ നല്ലവരായ പ്രിയപ്പെട്ടവരായ ദേശക്കാരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. വളരെ ത്യാഗത്തോടെ പ്രാർത്ഥനയോടെയാണ് ഓരോരുത്തരും വന്നിവിടെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്കേറെ പ്രചോദനമാണ്, പ്രോത്സാഹനമാണ്, ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് കേൾക്കുന്ന വചനം എനിക്ക് മനസ്സിലാക്കാനും അത് വിശ്വസിക്കാനും അത് ഏറ്റെടുക്കാനും കൃപ എനിക്ക് തരണമേ. ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൂടെ നമുക്ക് ലഭിക്കണം. വചനത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, തിരിച്ചറിവുകൾ കൂടി ലഭിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതം മാറിത്തുടങ്ങുന്നത്, ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ആരംഭിക്കുന്നത്. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേട്ടൊരു വചനം, ഞാൻ പറഞ്ഞ വചനം ഇതാണ്: അവിടുന്ന് നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലയോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ എത്ര വിശ്വസ്തൻ. അർത്ഥം പറഞ്ഞ് പാടി. ഒരു നാളും മറക്കുകയില്ല, എൻ്റെ എത്ര വിശ്വസ്തൻ. ഒരു നാളും കൈവിടില്ല. എല്ലാവരും ചേർന്ന്. ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും
യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ഒരു ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ ഒരുപാട് ദൂരെ നിന്ന് വന്നവരാണ്. അവരൊക്കെ ചിലപ്പോൾ ഇന്നലകളിൽ ഒട്ടും ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകത്തില്ല. ഒന്നെങ്കിൽ ബസ്സിലായിരിക്കും, ഒരുപക്ഷെ ഇവിടെ ആയിരിക്കും താമസിച്ചത്. പക്ഷേ ധാരാളം ആളുകൾ ഉള്ളത് കൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ട് പോലും ഉണ്ടാകില്ല. എന്നിട്ടും ഈ ദൈവവചനങ്ങളെ കേൾക്കുവാൻ നിങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നത് തികച്ചും ബഹുമാനത്തിന് അർഹമാണ്. ആമേൻ. കാരണം നിങ്ങൾ ദൈവത്തിനും ദൈവവചനത്തിനും ഒരു വില കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ ചൂടും ആവിയും പരവേശവും ഒക്കെ ഈ ഹാളിനകത്തുണ്ട്. അതൊക്കെ സഹിച്ച് ഒരു ത്യാഗത്തോടെ നിങ്ങളിവിടെ ഇരിക്കാൻ കാരണം. ഇന്നലെ ഒരാൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എ ഹോം എവേ ഫ്രം ഹോം. അതായത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു വീടാണ് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനാലയം. ഞങ്ങളുടെ വീട് എ ഹോം എവേ ഫ്രം അവർ ഹോം. എൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തുള്ളൊരു വീട്. അങ്ങനെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ വരുമ്പോൾ കിട്ടുക. ഒരു വീട്ടിൽ വന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവാനുഗ്രഹത്തെ പകർന്നു നൽകുന്ന ഒരു നല്ല സ്ഥലമായി ദൈവം മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളും ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനും ദൈവവചനത്തിനുമാണ്. അതിലൂടെയാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് 100% മനസ്സിലായിട്ടുണ്ട്. 100% അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ്, ഓർക്കേണ്ടത് ഓർക്കാനും മറക്കേണ്ടതും മറക്കാനും കഴിഞ്ഞാൽ ജീവിതം അനുഗ്രഹമാകും. ആമേൻ. ആ വാക്ക് മറക്കല്ല്. ഓർക്കേണ്ടത് ഓർക്കണം, മറക്കേണ്ടത് ഓർത്തോണ്ടിരുന്നാൽ, ഓർക്കേണ്ടത് മറന്നുപോയാൽ അത് ഡിസോർഡർ ആവും. ഒന്നും കൂടെ പറയാം, ഓർക്കേണ്ടത് ഓർക്കണം. എന്തോർക്കണം? ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഞാൻ ഓർക്കണം, ദൈവവചനത്തെക്കുറിച്ച് ഞാൻ ഓർക്കണം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കണം. ഓർക്കേണ്ടതിനെ ഓർക്കാനും മറക്കേണ്ട ചിലതുണ്ട് ജീവിതത്തിൽ. ചില വിഷമങ്ങൾ, ചില സങ്കടങ്ങൾ, ചില കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ പണ്ടേ മറക്കേണ്ടതാണ്. മറക്കേണ്ടതിനെ മറന്ന് ഓർക്കേണ്ടതിനെ ഓർത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം അനുഗ്രഹമാകാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരെ തിരിച്ചു വന്നാലോ, ഓർക്കേണ്ടതിനെ മറക്കും, മറക്കേണ്ടതാണ് പക്ഷെ അത് ഓർത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് ഡിസോർഡർ ഉണ്ടാകുന്നത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ഓർക്കേണ്ടതിനെ ഓർക്കാനും മറക്കേണ്ടതിനെ മറക്കാനും ഒരനുഗ്രഹം തരണമേ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാണ്. യേശുവേ, ഈ വചനം കേൾക്കുന്നവരെ അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന്. ഓരോരുത്തരെയും ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ ആരൊക്കെയാണോ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ. നിങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? യേശുവേ, തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹം മുളപൊട്ടാൻ തുടങ്ങും. ഞാനൊരു കുഞ്ഞു കാര്യം ഇന്നലെ ആളുകളോട് പറഞ്ഞിരുന്നു, അത് നിങ്ങളോടൊന്ന് ആമുഖമായി പറയുകയാണ്. ഒന്ന്, രാത്രിയാകുമ്പോൾ മുഴുവൻ ഭയങ്കര ഇരുട്ട് നമുക്ക് കാണാം, മുഴുവൻ ഇരുട്ടാണ്. പക്ഷേ ഒരു മെഴുകുതിരി വെട്ടം മതി ആ ഇരുട്ടിനെ ദൂരെ മാറ്റിക്കളയാൻ.
കുഞ്ഞ് ഇത്രയുള്ള 1 രൂപയ്ക്ക് 3 രൂപയ്ക്ക് 2 രൂപയ്ക്ക് കിട്ടുന്ന ഒരു മെഴുകുതിരി, അതുകൊണ്ട് ഒരു 1 രൂപ 2 രൂപയുടെ തീപ്പെട്ടിയുടെ ഒരു കൊള്ളി കൊണ്ട് കത്തിച്ചു വെക്കുന്ന ഒരു തീ, അത്രയും മതി അത്രയും ഭാഗത്തെ ഇരുട്ടിനെ ദൂരെ കളഞ്ഞ് അവിടെ വെളിച്ചം കൊണ്ടുവരാൻ. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അത് വിശ്വസിച്ചേറ്റെടുക്കുന്നത് ഏതു ബന്ധനങ്ങളെയും മാറ്റാൻ, ഏത് ഇരുട്ടിനെയും മാറ്റാൻ അതൊരു വെളിച്ചമായി അവിടെ വരാൻ തുടങ്ങും. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് ജനുവരി മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയാണ്. നാളെ 1-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും പല ഭാഗത്തും പോയപ്പോൾ മനസ്സിലായി, ദൈവവചനത്തിലൂടെ ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നത് അധികമായി അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന്. നിസ്സാരമായിട്ട് ചെറിയ രീതിയിലല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ആളുകൾ വളരെ വേഗത്തിൽ ഓടി വന്ന് അവരുടെ സാക്ഷ്യത്തെ പറയുവാണ്. അത് ദൈവപ്രവൃത്തി നടക്കുന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ട്. അടുത്ത നാളെ മുതലുള്ള എല്ലാ ദിവസവും, എല്ലാ 30, 28, ഓരോ മാസം ഓരോ ദിവസമാണ് 28, അടുത്ത മാസം 28 ഉള്ളൂ, 30 ഉണ്ട്, 31 ഉണ്ട്. ഓരോ ദിവസവും ഞങ്ങളിൽ ഒരാൾ, ഈ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളിൽ ഒരാൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോ ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാ മാസവും 1-ാം തീയതി ആയിരിക്കും ഞാൻ എടുക്കുക. ഇപ്പം നാളെ ഞാൻ ഉപവാസമായിരിക്കും, 2-ാം തീയതി അടുത്തയാൾ, അങ്ങനെ 31 ദിവസവും ആളുകളുടെ പേരെഴുതി വച്ചിട്ടുണ്ട്. അവരോരോരുത്തർ മാറി മാറി അവരവരുടെ വീടുകളിലിരുന്ന് ഇവിടെ നിങ്ങൾ എഴുതിയിട്ട നിയോഗത്തിന് വേണ്ടി ഈ നാളെ മുതൽ ഓരോ വ്യക്തികളും കടപ്പെട്ടൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ഉപവാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കി, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ജനത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് ഞാൻ കണ്ടത്. ഒരു നിയോഗത്തിൽ ചെയ്യുമ്പോഴതിനേക്കാൾ ഫലമാണ് അതൊരു ഉപവാസത്തോടും കൂടിയാണ് ചെയ്യുന്നെങ്കിൽ ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ അളവ് വർദ്ധിക്കുന്നത് പല സ്ഥലത്തും പല ഇടങ്ങളിലും ഇവിടെയും പല ഭാഗത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന്, ഈ ആലയത്തിന് പരിമിതികളും കുറവുകളും ഉണ്ട്. ഇരിക്കാൻ സൗകര്യക്കുറവുണ്ട്, താമസ സൗകര്യം പരിമിതിയുണ്ട്. പക്ഷെ ഇവിടെ പുതിയതായിട്ടൊന്നും പണിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ വരുന്നവർ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് വരുന്നതെങ്കിൽ അവർക്ക് ദൈവസ്വരം കേൾക്കാൻ കഴിയത്തക്ക വിധം, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കാൻ കഴിയത്തക്ക വിധം ഈ സ്ഥലത്തെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല വർദ്ധിക്കുന്നത്, ഇവിടെയുള്ള പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ വലിപ്പമുള്ളതാക്കി മാറ്റാൻ ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഒരുപാട് ആളുകൾ ഒന്നിനൊന്നിന് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകുമെന്ന് ദൈവികമായൊരു പ്രചോദനമാണ് എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം നമ്മൾ ചിലർ പറയുന്നത് കേട്ടു, നമുക്കൊന്ന് ഈ ഇന്ന സ്ഥലത്ത് വരെ ഒന്ന് പോയാലോ, നമുക്കൊന്ന് കണ്ടു കേട്ട് വന്നാലോ. ഈ ആലയത്തിലേക്ക് വരുമ്പോൾ ഊട്ടിയിൽ പോകുന്നത് പോലെയോ കൊടൈക്കനാലിൽ പോകുന്നത് പോലെയോ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് പോലെയോ ഒരു ലാഘവ ബുദ്ധിയോടെ ഒരു കൗതുകത്തോടെ വരാനിടയാകരുത്. വരുവാണെങ്കിൽ അത് നല്ല ഒരുങ്ങി പ്രാർത്ഥനയോടുകൂടെ വേണം വരാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ അവിടെ നിന്ന് സ്വീകരിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ വെറുതെ ഒരു ഒച്ച കേട്ടു, ഒരു ബഹളം കേട്ടു, അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടു, കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു, വലിയതില്ലായിരുന്നു, അഭിപ്രായം പറഞ്ഞു പോകും. പക്ഷെ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഒരു അനുഗ്രഹവുമായിട്ട് പോകാൻ ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു ഒരുക്കം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ചില സമയങ്ങളാണ് ഇത്. ഞാനിത് മനസ്സിലാക്കി ഒരു കുഞ്ഞു സംഭവം നിങ്ങളോട്, വായിച്ചു കേട്ടൊരു സംഭവം നിങ്ങളോട് പറയാം. നിയോഗത്തിൽ ചെയ്ത ഒരു കാര്യം അനുഗ്രഹമായത് ഞാൻ നിങ്ങളോട് പറയാം. അതൊരു വായിച്ചു കേട്ട ഒരു കാര്യമാണ്. ഓരോ രാജ്യത്തിനും ഓട്ട മത്സരവും മറ്റു മത്സരങ്ങളൊക്കെ വരുമ്പം ആളുകൾ ഓടാൻ പല മത്സരങ്ങളിൽ പോകും. ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ അയക്കുന്ന ചില കായിക താരങ്ങളുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളും താരങ്ങളെ അയക്കും ഒളിമ്പിക്സിലൊക്കെ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഒളിമ്പിക്സിൽ ഒരു ഓട്ട മത്സരത്തിൽ ഓരോ രാജ്യത്തിൻ്റെ ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ ആളുണ്ട്, സിംബാബ്വേയുടെ ആൾ, ഓരോ രാജ്യത്തിൻ്റെ ആളുണ്ട്.
അങ്ങനെ ഓടുന്ന ആ റൺവേയിൽ ഓടുമ്പോൾ ഒരു രാജ്യത്തിലെ ഒരാൾ ആ ഓട്ടത്തിനിടയിൽ കാലുളുക്കി വീണുപോയി. ബാക്കി എല്ലാവരും ഓടി. ആ വീണുപോയ ആൾ ഉടനെ ആളുകൾ വന്ന് ആ വ്യക്തിയെ പരിശോധിച്ചു. അപ്പോൾ പറഞ്ഞു, എല്ല് പൊട്ടി, കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, വേഗം തുണി വെച്ച് കെട്ടി. അയാൾ അവിടെ നിന്ന് അദ്ദേഹത്തെ ഒരു സ്ട്രക്ചറിൽ നടത്താതെ കിടത്തിക്കൊണ്ട് പോകാൻ ഓടിക്കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ എടുത്തുകൊണ്ട് പോകരുത്, എനിക്ക് ഓടി തീർക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞു, സാർ നിങ്ങളുടെ കാല് പൊട്ടിയിരിക്കുകയാണ്, നിങ്ങൾ ഓടാൻ പാടില്ല, ഇത് പ്രശ്നമാകും. ഇല്ല, എൻ്റെ രാജ്യം ഒരു നിയോഗത്തോടെ എന്നെ ഓടാൻ വിട്ടതാണ്, എനിക്ക് ഓടണം. അല്ല, ഓട്ട മത്സരം കഴിഞ്ഞു, ഫസ്റ്റും സെക്കൻഡും ഒക്കെ എത്തിക്കഴിഞ്ഞു, പിന്നെ നിങ്ങളെന്തിനാണ് ഓടുന്നത്? ഫസ്റ്റും തോക്കുമെന്ന് അറിഞ്ഞാലും എനിക്ക് ഓടണം, അതെൻ്റെ മേൽ കിട്ടിയൊരു നിയോഗമാണ്. അയാൾ കാല് വലിച്ചോണ്ട്, അതായത് എല്ലിന് പൊട്ടുള്ള മനുഷ്യൻ കാല് വലിച്ചോണ്ട് ഓടുമ്പോൾ ക്യാമറക്കാർ, മൈക്കുമായി നിൽക്കുന്നവർ, ചാനലുകാരെല്ലാം ഇദ്ദേഹത്തിനെ ഫസ്റ്റ് കിട്ടിയവനേക്കാൾ കൂടുതൽ ക്യാമറ തിരിഞ്ഞത് ഈ കാല് വലിച്ചോണ്ട് ഓടുന്ന ആളുടെ അടുത്ത്. ജനം മുഴുവൻ ഇതിങ്ങനെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനം മുഴുവൻ ഇങ്ങനെ അവനിങ്ങനെ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, തോക്കുമെന്നറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഓടിയത്? ഉറപ്പായിട്ടും തോക്കുന്നു, 100% ഉറപ്പാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഓടിയത്? അറിയാമായിരുന്നിട്ടും ഞാൻ ഓടിയത് എൻ്റെ മേലുള്ള നിയോഗത്തിലാണ്. എൻ്റെ രാജ്യം അയച്ച ഒരു നിയോഗം എനിക്കുണ്ട്, ഞാൻ ഓടും. അങ്ങനെ ജയിച്ചപ്പോൾ അതിൻ്റെ വാർത്ത എന്നാണെന്നറിയാമോ? ജയിച്ചവനേക്കാൾ ജയിച്ചത് നിയോഗത്തോടെ ഓടിയവനാണ്. ജയിച്ച ഒരാളുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കല്ല ക്യാമറ കൂടുതലായി തിരിഞ്ഞത്. ലോകം ശ്രദ്ധിച്ചത്, ലോകം കണ്ടത് തോറ്റവനെയാണ്. തോറ്റവനെന്ന് പറഞ്ഞാൽ ജയിച്ചവനേക്കാൾ കൂടുതൽ ലോകപ്രസിദ്ധനായത് സത്യം പറഞ്ഞാൽ ആ തോറ്റവനാണ്. ജയിച്ചവനേക്കാൾ ജയിച്ചത് നിയോഗത്തിൽ ഓടിയവനാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാനായി പോകുമ്പോൾ പറയില്ലേ, എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതൊന്നും ഇനി നടക്കുകയില്ലെന്ന് എത്ര പേര് പറഞ്ഞു? നടക്കുകയില്ലെന്നറിഞ്ഞിട്ടും ശരിയാകുകയില്ലെന്നറിഞ്ഞിട്ടും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ചില നിയോഗം. ആ നിയോഗത്തിൻ്റെ മേൽ പ്രാർത്ഥന കിട്ടുമ്പോൾ ജയിച്ചവനേക്കാൾ നിങ്ങൾ നാളുകളിൽ ജയിക്കാൻ തുടങ്ങും. വിജയിച്ചവനേക്കാൾ മുകളിൽ നിങ്ങൾ നിൽക്കുന്നൊരു സമയം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. അങ്ങനെയെങ്കിൽ നിയോഗത്തിലായിരിക്കുന്ന എല്ലാവരും ഒന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ശരിയാകുമോ? എന്നു ശരിയാകാനാണ് ഞാൻ ഈ ലോകത്തുള്ള എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ? ഈ ബാധ്യതകൾ തീർക്കാൻ പറ്റുമോ? ജയിച്ചവനേക്കാൾ നിനക്ക് ജയിക്കാൻ പറ്റും. വിജയിച്ചവന്റെ മുകളിൽ നീ വിജയിച്ചു നിൽക്കും. അതൊരു നിയോഗത്തിൽ ചെയ്യും. അത് ലോകത്തിന്റെ ഒരു കാര്യമാണ് ചെയ്തതെങ്കിൽ പോലും അത്രയും വിജയമുണ്ടായെങ്കിൽ ഇത് ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് നിയോഗം എടുത്തിരിക്കുന്നത്. അനുഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നിയോഗം എടുത്തിരിക്കുന്നത്. ഒരു കാര്യം പറയുന്നത് മറക്കാതിരിക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിലാണ് കുഞ്ഞെ എനിക്കുള്ള അനുഗ്രഹം ഇരിക്കുന്നത്. ദൈവവചനത്തിലുള്ള എൻ്റെ ബന്ധത്തിലാണ് എൻ്റെ സൗഖ്യവും വിടുതലും ഇരിക്കുന്നത്. അവിടെയാണ് അനുഗ്രഹങ്ങൾ മുള പൊട്ടുന്നത്. അവിടെയാണ് ചില വിത്തുകൾ മണ്ണിൽ മുള പെട്ടുന്നത് പോലെ ചില നന്മകൾ ചില അനുഗ്രഹങ്ങൾ നിങ്ങളിൽ മുള പൊട്ടുന്നത് ഈ ബന്ധത്തിലാണ്, ഈ റിലേഷൻഷിപ്പിലാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. മണ്ണിൽ കിടക്കുന്ന വിത്തിൽ മഴയും മഞ്ഞും വീഴുമ്പോൾ അതിൽ മുളയുണ്ടാകും. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേൽ പ്രാർത്ഥനയും ദൈവാശ്രയത്വത്തോടെ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ചെല്ലുമ്പം അതിൽ ഒരു മുളയുണ്ടാകാതിരിക്കില്ല, അതിലൊരു ജീവന്റെ തുടിപ്പ് ഉണ്ടാകാതിരിക്കില്ല. കാരണം ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു വാക്യം ഞാൻ എടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം
11 വാക്യം ഒന്ന് എടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം. 33 അധ്യായം പുറപ്പാട് 33:11. ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ആ വചനം ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് വായിക്കാം. അത് ഒരാളെക്കുറിച്ച് എഴുതിയിരിക്കുവാണ്. പുറപ്പാട് 33:11 ഒന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ആരോട് എഴുതിയിട്ടുണ്ട്? ഒരു കൂട്ടുകാരനോടെന്ന പോലെ, നല്ല സുഹൃത്തുക്കളായ രണ്ടുപേർ സംസാരിക്കുന്ന പോലെ. ആരൊക്കെ സംസാരിച്ചിരുന്നു? കർത്താവ് മോശയോട്. പരസ്പരം അവർ മിണ്ടിയിരുന്നു. ഇതാര് കണ്ടിരുന്നു? ഇത് കണ്ട ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് ആ കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാതെ നിൽക്കുന്നു. എന്നുകൂടെ വായിക്കുകയാണ്. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു. ഇങ്ങനെ നേരെ നേരെ നോക്കി മോശയോട് ദൈവം സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നൂനിന്റെ പുത്രനായ ജോഷുവ എന്ന ഒരു ചെറുപ്പക്കാരൻ, വയസ്സായ ഒരാളല്ല, ഒരു ചെറുപ്പക്കാരൻ ആ കൂടാരത്തെ ഒരിക്കലും വിട്ടുപിരിഞ്ഞിരുന്നില്ല. അവിടെ തന്നെ കൂടിയിരുന്നു. വിട്ടുപിരിയാത്തൊരു ബന്ധമുണ്ടായിരുന്നു ജോഷുവയ്ക്ക് ആ ആലയത്തോട്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ആ ഇടത്തോട്. ഇനി അടുത്ത ഭാഗം കേൾക്കുക. ഈ ജോഷുവയ്ക്ക് വല്ല അനുഗ്രഹമുണ്ടായോ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇവിടെ ഈ ഒരു നിയോഗ പ്രാർത്ഥന എന്ന വലിയ ബോക്സിൽ ഒരുപാട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസം വരെ ഇത് എഴുതി വച്ചിരിക്കും. ഇവിടെ എല്ലാ ദിവസവും അവരുടെ പേരുകൾ ഇവിടെയുള്ള പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ ഇതേ അനുഭവമാണ്. ജോഷുവ ആ കൂടാരത്തെ ഒട്ടും വിട്ടുപിരിഞ്ഞിരുന്നില്ല. ജോഷുവ വയസ്സായ ഒരാളായിരുന്നില്ല. എഴുതിയിട്ടുണ്ട് യുവാവായ ജോഷുവ. ഒന്നും കൂടെ വായിച്ചേ. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന ഒരു കാരണവരെന്നല്ല, ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നു. ഇവിടെയും എത്തിരി യുവതി യുവാക്കളുണ്ട്, നല്ല പ്രായത്തിലുള്ളവരുണ്ട്. നിങ്ങൾ ദൈവത്തോട് അടുത്തു വരുമ്പോൾ പലരും പറയും വെറും മണ്ടത്തരമാണ്, വെറും പൊട്ടത്തരമാണ്, നിങ്ങളല്ലാണ്ട് ധ്യാനത്തിന് പോകുമോ? ദൈവത്തോട് വിട്ടുപിരിയാത്ത ബന്ധമുള്ളവനെ ദൈവം എന്തേരെ അനുഗ്രഹിച്ചുവെന്ന് കാലം തെളിയിക്കും. അതിനു മുമ്പ് ഈ വചനം തെളിയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണെന്ന് നാളുകളിൽ കാലം തെളിയിക്കും. ജീവിതം അതിന് തെളിവായി നിൽക്കും. ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കുകയാണ്. ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ, ഏത് കൂടാരത്തെ? പ്രാർത്ഥനയുടെ ഈ കൂടാരത്തെ, ദൈവം മോശയോട് സംസാരിച്ചിരുന്ന ആ സ്ഥലത്തെ ആ മനുഷ്യൻ വിട്ടുപോയിരുന്നില്ല. ഈ ആലയത്തിൽ മുടങ്ങാതെ വന്ന് പ്രാർത്ഥിക്കുന്നവരില്ലേ, ഇതുപോലെ കേരളത്തിന്റെ വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ ദിനംതോറും മുടങ്ങാതെ പോയി പ്രാർത്ഥിക്കുന്നവരില്ലേ, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടെന്ന് കാലം തെളിയിക്കും. കാലം തെളിയിക്കും. ആ കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അടുത്ത വാക്യം നിയമാവർത്തന പുസ്തകം 34 അധ്യായം 9 വാക്യം. മുമ്പേ ശ്രദ്ധിച്ചോ, ഇതേ ജോഷുവ ഈ അധ്യായത്തിലുണ്ട്. ഏത് ജോഷുവ? ദൈവ സാന്നിധ്യത്വം എന്ന കൂടാരത്തെ വിട്ടുപിരിയാത്ത ചെറുപ്പക്കാരൻ. ഇയാൾ തകർന്നു പോയോന്നറിയണ്ടേ? ഇയാൾ പൊട്ടിപ്പാളീഷായെന്നറിയണ്ടേ? ഇയാൾ എല്ലാവരും മണ്ടനെന്ന് വിളിച്ചോന്നറിയണ്ടേ? ഇയാൾ രക്ഷപ്പെട്ടോന്നറിയണ്ടേ? കൂടാരത്തെ, ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നിട്ട് അയാളെ കാത്തിരുന്നത് ഒരു അനുഗ്രഹമാണോ ശാപമാണോ എന്ന് അറിയണ്ടേ? അതാണ് അടുത്ത വാക്യം. നിയമാവർത്തന പുസ്തകം 34:9. നിയമാവർത്തനം 34:9. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. പുള്ളി അപ്പം നിസ്സാരക്കാരനല്ലായിരുന്നു. നൂനിന്റെ പുത്രനായ ജോഷുവ ഒന്നുമില്ലാതായില്ല. പുള്ളി ജ്ഞാനത്തിന്റെ നിറവിൽ ജീവിക്കാൻ തുടങ്ങി. ഒരനുഗ്രഹത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക്, മലയാള വാക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായി എന്നാണ്. ഇങ്ങനെ ഈ വ്യക്തി ദൈവാത്മാവിനാൽ നിറയാൻ എന്താ കാരണം?
ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരത്തെ ഈ ചെറുപ്പക്കാരൻ വിട്ടുപിരിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. ഇതാണ് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ദൈവ സാന്നിധ്യത്തിലാണ് നിൽക്കുന്നെങ്കിൽ അവർ ലോകത്തിന്റെ പിടിയിൽ വീണ് തകർന്നു പോകത്തില്ല. അവർ ദൈവാത്മാവിനാൽ നിറഞ്ഞ് അവർ നിങ്ങൾക്കും നിങ്ങളുടെ ദേശത്തിനും കുടുംബത്തിനും അനുഗ്രഹപൂരിതരായി മാറാൻ തുടങ്ങും. ഇത് വചനത്തിലൂടെ സത്യമാണ്. വിശ്വസിച്ച കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീർന്നില്ല, അടുത്ത വാക്യമാണ്. എന്തെന്നാൽ, അതാണ് റീസൺ. അത് എഴുതിയിരിക്കുകയാണ്, ഈ വ്യക്തി ആത്മാവിനാൽ നിറഞ്ഞു. എന്തെന്നാൽ റീസൺ, കാരണം മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. അതൊരു വാക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും എന്തുണ്ട്? പ്രാർത്ഥനയിൽ നിൽക്കുന്ന വ്യക്തി ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഇത് അന്ധകാലം ഉണ്ടായിരുന്നു, അന്ന് പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുന്ന ജോഷുവയുടെ ശിരസിൽ മോശ ഇങ്ങനെ കൈകൾ വച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, അനുഗ്രഹിച്ചിരുന്നു. അതാണ് ആ കൈവപ്പാണ് ആ മനുഷ്യനെ ആത്മാവിൽ പൂരിതരായി ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ കാരണം. രണ്ടാമത്തെ റീസൺ, ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരത്തെ ആ ചെറുപ്പക്കാരൻ വിട്ടുപിരിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചുമ്മാ പള്ളിയിൽ പോകുന്നു, ചുമ്മാ പ്രാർത്ഥിക്കുന്നു, കൈവെക്കാൻ പറയുമ്പോൾ കൈവെക്കുന്നു, കൈ ഒട്ടാൻ പറയുമ്പോൾ കൊട്ടുന്നു, പോകാൻ പറയുമ്പോൾ പോകുന്നു. അങ്ങനല്ല, ഇതിനെല്ലാം ഒരു ആത്മീയാർത്ഥമുണ്ട്. ജോഷുവ ഇങ്ങനെ പ്രാർത്ഥനയിൽ നിൽക്കുമ്പം, മോശ ഇങ്ങനെ പ്രാർത്ഥനയിൽ നിൽക്കുമ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ജോഷുവയുടെ ശിരസിൽ ഈ മനുഷ്യൻ കരങ്ങൾ വച്ചിരുന്നു. നമ്മുടെ വായിച്ചേ, അത് ശ്രദ്ധിച്ച് വായിച്ചേ. എന്തെന്നാൽ മോശ, ഈ മനുഷ്യൻ ജോഷുവ ആത്മാവിൽ നിറയാൻ കാരണം ഒരു കൈവപ്പ് അവിടെ നടന്നു. പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യന്റെ കൈവപ്പ് കളയല്. ആ മനുഷ്യൻ ആരുമാകട്ടെ, അവന്റെ കൈകളിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. അതാണ് സാവൂൾ ഒരു സ്ഥലത്ത് കണ്ണ് കാണത്തില്ലാത്ത ഇരിക്കുമ്പോൾ ദൈവം ഒരാളെ അയച്ചു. ആരെ? അനനിയാസിനെ അയച്ചിട്ട് പറഞ്ഞു, നീ അവന് പോയി സുഖമാണോ എന്ന് ചോദിച്ചിട്ട് വരാനല്ല പറഞ്ഞത്, നീ അവന്റെ അടുത്തു ചെന്ന് അവന്റെ ശിരസിൽ നീ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവനിയോഗമുള്ളവന്റെ കൈവപ്പ് എന്റെ വിടുതലിന് കാരണമാകും. ദൈവനിയോഗമുള്ള ഒരു മനുഷ്യന്റെ കൈവപ്പ് അവൻ ആത്മാവിൽ നിറയാൻ കാരണമാകും. എഴുതിയിരിക്കുവാണ്, മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. കൈകൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. കൈകൾ വെച്ചിട്ട് നീ രക്ഷപ്പെടും, നീ വിടുതൽ പ്രാപിക്കും, സൗഖ്യം ഉണ്ടാകും, നീ ജോലി കിട്ടും, ഒന്നും പറഞ്ഞില്ല. മെസ്സേജ് ഒന്നും പറഞ്ഞില്ല. എഴുതി ഒറ്റ വാക്ക് എഴുതിയിട്ടുള്ളൂ, അവന്റെ മേൽ ജസ്റ്റ് കൈകളൊന്ന് വച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അടുത്തതോ, ഇസ്രായേൽ ജനം അവന്റെ വാക്കു കേൾക്കുകയും. ഇസ്രായേൽ ജനം. അപ്പം ഈ ജോഷു ആരായി തീർന്നു ഞാൻ എഴുതിയിട്ടുണ്ട്. അവൻ അനേകരുടെ മുമ്പിൽ ബഹുമാന്യനായി മാറി. ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേൾക്കുവോ? പറയണ്ടോ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ പോടാ അവിടുന്ന് പറയും, നീ നിന്റെ പണി നോക്കാൻ പറയും, എനിക്കറിയാം എൻ്റെ കാര്യം ചെയ്യാമെന്ന് പറയും. പക്ഷെ ജോഷുവ പറഞ്ഞപ്പം എല്ലാവരും അതനുസരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം നേതാവായി, പലരുടെയും ബഹുമാന്യനായി, വാക്കിന് വിലയുള്ളവനായി മാറി, അനുഗ്രഹമുള്ളവനായി, നേതാവായി മാറി. ഏത് ജോഷുവായ നേതാവായി മാറിയത്? ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നവൻ. അടുത്ത് നിൽക്കുമ്പോഴൊക്കെയും മോശ അവന്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥന കിട്ടിയവൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീഷായി അവൻ നേതാവായി മാറി. അവന്റെ വാക്കുകൾ ആളുകൾ ധിക്കരിക്കത്തില്ലായിരുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ മുമ്പിൽ അവിടെ ആളുകൾ, ഇസ്രായേൽ ജനം അവിടെ നിൽക്കുമായിരുന്നു. ഇന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ ഗണ്ണിക്കില്ലായിരുന്നു. ഇന്ന പോലെ ചെയ്യ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ആ വാക്കിന് വിലയുള്ളവനായി മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേലൊരു പ്രാർത്ഥന കിട്ടുമ്പോൾ അത് നിങ്ങളെ വിലയില്ലാത്തവനല്ലാക്കി മാറ്റുന്നത്, നിങ്ങളെ വിലയുള്ളവനാക്കിയാണ് മാറ്റുന്നത്. ഇതേ ബൈബിൾ വചനം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഒന്നും കൂടെ വായിക്കുകയാണ് ആദ്യം തൊട്ട് 9-ാമത്തെ വാക്യം. നൂനിന്റെ പുത്രനായ ജോഷുവ, നോനിന്റെ പുത്രനായ, കൃത്യം എഴുതിയിട്ടുണ്ട്, ആരുടെ മകൻ? നോനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ അവൻ നിറഞ്ഞിരുന്നു. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ, ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ, എൻ്റെ തലമുറയെ നിറയ്ക്കണമേ. നിങ്ങളും മാതാപിതാക്കളാണ്, നിങ്ങളും എന്നേക്കാൾ പ്രാർത്ഥനയുള്ളവർ ഇതിനകത്തുണ്ട്, എന്നേക്കാൾ വരമുള്ളവരും കൃപയുള്ളവരുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം, അവർ ആത്മാവിൽ നിറയും. അയ്യോ ഞാനോ,
അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ കരങ്ങളെ കർത്താവ്, എൻ്റെ കരത്തെ ദൈവകരം പോലെ ആക്കണമേ, എൻ്റെ വാക്കുകൾ ദൈവവാക്കുകളെ പോലെ ആക്കണമേ. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. മോശ ജോഷുവയെ അനുഗ്രഹിച്ചപ്പോൾ ആ മനുഷ്യൻ മിടുക്കനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. കൊള്ളാത്തവനായി എന്നല്ല, കൊള്ളുന്നവനായി എന്നാ എഴുതിയിരിക്കുന്നത്. ഒന്നും കൂടെ എഴുതിയിരിക്കുകയാണ്, എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു, കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. അടുത്തതോ, ഇസ്രായേൽ ജനം അവന്റെ വാക്കു കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. അവന്റെ വാക്ക് കേട്ട് ആളുകൾ അനുസരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കിട്ടിയവൻ നേതാവായി. പ്രാർത്ഥന കിട്ടിയവൻ അനുഗ്രഹത്തിലാണ് നിൽക്കുന്നത്. പ്രാർത്ഥന കിട്ടിയവൻ നാടിനും നാട്ടുകാർക്കും കൊള്ളാതെ പുറംപോക്കിലല്ല, അവൻ സെൻട്രലാണ്, മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടിക്കകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ നേതാക്കന്മാരാകാനുള്ളവരുണ്ട്. നല്ല അനുഗ്രഹമുള്ള കുടുംബനാഥന്മാരുണ്ടാകാനുണ്ട്, നല്ല അനുഗ്രഹമുള്ള ശുശ്രൂഷകരുണ്ടാകാനുണ്ട്. ഇതിനകത്ത് പേരുള്ളവർ വിജയിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മയായി മാറാനുണ്ട്. അതിന് ഞങ്ങൾ ഇവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. ഒരു കൈവപ്പ് അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അവർ താമസിക്കുന്നത് പല ഇടങ്ങളിലാണേലും ഈ പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹം കടുകോളം അവരിൽ എത്താതിരിക്കത്തില്ല. എനിക്ക് ഒത്തിരി സ്വാധീനിച്ചു ഈ വാക്ക് നിസ്സാര വാക്കായി തള്ളിക്കളയാൻ ഒക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ജോഷുവ എല്ലാവരുടെയും മുകളിലെത്തി, അവൻ്റെ വാക്കിന് പോലും വിലയുള്ളവനായി മാറി. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടാണേലും ഒരു വാക്ക് പറയുമ്പോൾ 1 പറയുമ്പോൾ 10 എണ്ണമാണ് ഇങ്ങോട്ട് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ വിഷമമുണ്ട്, ഞങ്ങളുടെ മക്കളൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. ഒരുപക്ഷെ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ വേഗത്തിൽ സ്പീഡിലാണേലും ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ലേ, അതിലൂടെ നിങ്ങളിലേക്ക് പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. അത് നിങ്ങളെ വാക്കിന് പോലും വിലയുള്ളവരാക്കി മാറ്റും. എഴുതിയിരിക്കുന്ന വാക്കാണ്, ജോഷുവ നേതാവായി മാറി. മറ്റുള്ളവർ ബഹുമാനിക്കത്തക്ക നിലയിൽ ആളെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. ആരെ? അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നവൻ, പ്രാർത്ഥനയെ എളിമയോടെ സ്വീകരിച്ചവൻ, നേതാവായി, ബഹുമാന്യനായി, മിടുമിടുക്കനായി. ഇനി ഈ ജോഷുവ എവിടെ എത്തി? ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഈ ജോഷുവ എവിടെ എത്തി എന്ന് എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇതേ ജോഷുവയോട് ദൈവം പറയുവാണ്. ഏത് ജോഷുവയോട്? ദൈവത്തിന്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നവൻ, മറ്റൊരാൾ അഭിഷിക്തന്റെ കൈവപ്പ് മേടിച്ച ജോഷുവയോട് ദൈവം പറയുവാണ്. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, കർത്താവ് ഈ നൂനിന്റെ പുത്രനായ ഇതേ ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോട് കൂടെയുമുണ്ടെന്ന്. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ അതേപോലെ നിന്റെ കൂടെ. നിസ്സാരമാണോ? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറല്ല പറഞ്ഞത് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. സ്വർഗത്തിലെ ദൈവം പറയുക, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ ജോഷുവ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അടുത്ത വാക്കാണ് അത്ഭുതം. നിന്നോടുകൂടെ ഉണ്ടെന്ന് അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു. ആരെയാ ദൈവം ഉന്നതനാക്കിയത്? എടാ പോയി ആ മനുഷ്യന്റെ ഒരു കൈവപ്പും പിന്നെ പോടാ അവിടുന്ന് പറയും. അങ്ങനെ പറയുന്ന പ്രാർത്ഥനയെ ധിക്കരിച്ചവനെ അല്ല ദൈവം ഉന്നതനാക്കിയത്. ദൈവത്തിൽ നിന്ന് അകന്നു നിന്നവനെ അല്ല ഉന്നതനാക്കിയത്. ദൈവത്തോടും ദൈവീകമായ കാര്യങ്ങളോടും ചേർന്ന് നിന്നവനെ, ആ കൈവപ്പ് പ്രാർത്ഥനയോടെ സ്വീകരിച്ചവനെ നോക്കിയിട്ട് പറയുക, നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഇന്ന് നിന്നെ ഞാൻ 4 പേര് കാണത്തക്ക വിധം, അറിയത്തക്ക വിധം ഉന്നതനാക്കും. ആമേൻ. ചിലർ ചോദിക്കില്ലേ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ നിങ്ങൾ വചനം കേൾക്കുന്നത്, എന്തിനാ ഈ സമയത്ത് പോകുന്നത്? വിത്ത് റീസൺ, കാരണത്തോടുകൂടെ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ, വേദപുസ്തകത്തിനകത്ത്. ഒന്നും കൂടി ആ വാക്യം, ഇത് പെട്ടെന്ന് മറന്നു പോകണ്ടേ ഒന്നല്ലാത്തത് കൊണ്ട് ഒന്ന് വേഗത്തിൽ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിക്കാമോ പ്രിയപ്പെട്ട അമ്മമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ? പ്രാർത്ഥനയോടെ ചേർന്ന് നിന്നത് വയസ്സായി മരിക്കാറായ ജോഷുവയല്ല, യുവാവായ ജോഷുവ. യുവാവ്, ചെറുപ്പക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ധ്യാനങ്ങളോ ശുശ്രൂഷകളോ ഒന്നും ഇല്ലാത്ത കാലത്ത്, ഉപദേശങ്ങൾ ഇല്ലാത്ത കാലത്ത് ജോഷുവ എന്ന ചെറുപ്പക്കാരൻ ദൈവ സാന്നിധ്യത്തോട്, ദൈവം മോശയോട് മുഖാമുഖം സംസാരിച്ച കൂടാരത്തോട് പുള്ളി വിട്ടുപിരിയാതെ നിന്നു. നിങ്ങൾക്ക് ദൈവത്തോട് വിട്ടുപിരിയാത്തൊരു ബന്ധമുണ്ടാകട്ടെ. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് വിട്ടുപിരിയാത്ത ഒരു ബന്ധമുണ്ടാകട്ടെ. മനുഷ്യരോട് പിണങ്ങും, അതേ പിണക്കം വെച്ച് ദൈവത്തോടും പിണങ്ങല്ല്.
ചിലർ പറയും പുള്ളി എന്നോട് ഇങ്ങനെ പെരുമാറി, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അവിടെ പുള്ളി വന്നപ്പോൾ എന്നെ ചിരിച്ച് കാണിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് കസേര കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നില്ല. മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനുഷ്യർ തമ്മിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാകും, ദേഷ്യം ഉണ്ടാവും, വഴക്കുണ്ടാവും. ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരും, ചില ഇറങ്ങിപ്പോകും. ആ പിണക്കം ദൈവത്തോട് കാണിക്കരുത്. മനുഷ്യരോട് പിണങ്ങുമ്പോൾ ആ പിണക്കം ദൈവത്തോടുള്ള ബന്ധത്തെ ബാധിക്കരുത്. ദൈവം നിന്നോട് ദ്രോഹം ചെയ്തിട്ടില്ല. മോശ ജോഷുവയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, ജോഷു ഒരിക്കലും കൂടാരത്തെ വിട്ടുപിരിഞ്ഞില്ല. ആമേൻ. അങ്ങനെയുള്ള തലമുറയാണ് നമുക്ക് ഇന്ന് ഉയർന്നു വരേണ്ടത്. ആരാധിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടവരാണ് ഞാനും നിങ്ങളും. ആരാധിക്കുന്നവരെ, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. കൈകൾക്ക് വ്യത്യാസമുണ്ട്. കൈകൾക്ക് ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഇങ്ങനെ കരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ പറയും പ്രാർത്ഥിക്കുന്നവൻ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ചിലപ്പോൾ പറയും യാചനാപൂർവ്വം പിടിച്ച് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ പറയും കരങ്ങൾ ഉയർത്തിപ്പിടി. ഇത് മൂന്നാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ കരം പിടിക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാനാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആരാധനയും സ്തുതിയും ദൈവത്തിന് കൊടുക്കുകയാണ്. ഈ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെല്ലാം പ്രത്യേകതയുണ്ട്. ഇങ്ങനെയാണ് മോശ മലമുകളിൽ ഇസ്രായേൽ ജനം യുദ്ധത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ മോശയും അഹറോനും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ജനം, ഒരു കൂട്ടം വിജയിച്ചു വന്നു. കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നിടത്താണ് ദൈവം ഒരുക്കുന്ന വിജയവും ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ ഈ വചനം. ഈ മാസത്തിൻ്റെ അവസാന ദിവസം കേട്ട വചനമാണ്. ഇതിങ്ങനെ കുറേ പ്രാവശ്യം പറയുന്നത് നിങ്ങൾക്ക് ആവർത്തന വിരസതയാകുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് പല പ്രാവശ്യം പറയുമ്പോഴാണ് നമ്മുടെ അകത്ത് ചെറുതായിട്ടൊന്ന് പതിയുന്നത്. ഒന്ന് പതുക്കെ പറഞ്ഞോട്ടെ. ജോഷുവ എന്ന മനുഷ്യൻ അന്നത്തെ കാലത്ത് ദൈവീകമായ കൂടാരത്തോട് ഇങ്ങനെ ചേർന്നു നിന്നു. പിന്നെയോ മോശ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പോകുമ്പം ആളുകളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ജോഷുവായും തല കുനിച്ച് നിൽക്കും. മോശ ജോഷുവായുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. മെസ്സേജ് ഒന്നും പറഞ്ഞില്ല, നീ രക്ഷപ്പെടും, തടസ്സമൊക്കെ മാറിക്കൊള്ളും, മുന്നോട്ട് ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഒരു പ്രാർത്ഥന കിട്ടിയിരുന്നു. ഇതേ ജോഷുവായോട് ദൈവം പറയുക, നീ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട്, നീ പലരുടെ അനുഗ്രഹമുള്ളവന്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചത് കൊണ്ട് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കി മാറ്റും. ആരാ പറഞ്ഞത്? ദൈവം തന്നെ. കർത്താവ് പറയാമോ ജോഷുവയോട് പറഞ്ഞു, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഇവർ അറിയേണ്ടതിന്, ഈ ജനം അറിയേണ്ടതിന്, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ ഉന്നതനാക്കും, ഉയർത്തും, ബഹുമാന്യനാക്കും. നിന്റെ വാക്കിന് പോലും വിലയുണ്ടാകും. നിന്റെ വാക്കുകൾ ഒരു കൂട്ടം ആളുകൾ അനുസരിക്കുന്ന അവസ്ഥ വരും. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ തിരിച്ചറിവോടെ നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഈ വചനം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് ഏറ്റെടുത്ത്, ഈ വചനം നിങ്ങൾ ആത്മാവിലൊന്ന് സ്വീകരിച്ച്, ഈ വചനം ആത്മാവിൽ എടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പറയും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയിൽ അകന്നു പോകുന്നു, ദൈവം എനിക്കൊട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വചനം കൃത്യം വിത്ത് റീസൺ, കാരണത്തോടു പറഞ്ഞിരിക്കുവാണ്. ദൈവത്തിന്റെ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്ന ജോഷുവ, ദൈവ സാന്നിധ്യത്തെ വിട്ടുപിരിയാതിരുന്ന ജോഷുവ ബഹുമാന്യനായി മാറി, നേതാവായി മാറി. അവനൊരു വാക്ക് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മുഴുവൻ അത് അനുസരിക്കുന്ന നിലയിലേക്ക് അത് മാറി. എന്നിട്ട് ദൈവം തന്നെ, കർത്താവായ ദൈവം തന്നെ ഒരു മെസ്സേജ് കൊടുക്കുക, ജോഷുവ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ ഉന്നതനാക്കും, നീ എവിടെയും തലകുനിക്കേണ്ടി വരത്തില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ, ഈ അഭിഷേകത്തിൽ പങ്കുപറ്റുന്നവൻ, ഈ ഈ നിയോഗത്തിൽ കൈവപ്പ് സ്വീകരിക്കുന്നവന്റെ ജീവിതം തകർന്നു പോകും, പാളിപ്പോകും, പരാജയപ്പെട്ടു പോകും, എവിടെയും എത്താതെ പോകും. നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്നല്ല പറഞ്ഞത്. നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ 4 പേര് കാണത്തക്ക വിധം ഉയർത്തി നിർത്തും, ഉന്നതനാക്കുന്ന പറഞ്ഞത്. ഉന്നതനാക്കുന്ന ദൈവം. ആ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ? എന്നെ ഉന്നതനാക്കുന്ന ഒരു ദൈവം, ഒരു കൈവപ്പിലൂടെ എനിക്കൊരു അഭിഷേകത്തെ പകരുന്ന ദൈവം, ദൈവവചനം എന്ന കൂടാരത്തെ വിട്ടുപിരിയാതെ നിൽക്കുന്ന എന്റെ ബന്ധത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ബന്ധം എനിക്ക് അനുഗ്രഹമാണ്, ഈ ബന്ധം എനിക്ക് വിടുതലാണ്. ദൈവത്തോടുള്ള ബന്ധമാണ് എന്റെ അഭിഷേകം, ദൈവത്തോടുള്ള ബന്ധമാണ് എന്റെ സക്സസ്, ദൈവത്തോടുള്ള ബന്ധമാണ് എന്നെ ഉന്നതനാക്കുന്നത്, ഉയർത്തുന്നത്.
നല്ലതാക്കുന്നത്. ആമേൻ. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. ഒരുമിച്ച് പാടാമോ? കൂട്ടിനായവൻ എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ചേർന്ന് പറയാമോ? കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായവൻ എൻ്റെ കൂടെയുണ്ട്. പിന്നെയോ കൂരിരുൾ താഴ്വര കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഒന്ന് വിശ്വസിച്ച് പറഞ്ഞേ. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായവൻ എൻ്റെ കൂടെയുണ്ട്. ഒന്ന് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ പ്രത്യേകത. ഈ വാക്ക് മറക്കല്ല്. എൻ്റെ അനുഗ്രഹമെല്ലാം ഇരിക്കുന്നത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്, ആമേൻ. ആ റിലേഷൻഷിപ്പിലാണ്. ഏതൊരു വ്യക്തിയാണോ ആ ബന്ധത്തിൽ നിൽക്കുന്നത് അവൻ രക്ഷപ്പെടാൻ തുടങ്ങും. ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് അവൻ കയറാൻ തുടങ്ങും. ഹീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വരും. സീറോ ടു ഹീറോ. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനെ ദൈവം ഇങ്ങനെ അതാ എഴുതിയിരിക്കുന്നത്, ജോഷുവ നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ഉന്നതനാക്കും. ഒറ്റ കാരണമുള്ളൂ, ആ റിലേഷൻഷിപ്പ്. ഈ ബന്ധം കളയല്ല. ചിലർ പറയില്ലേ, ആ അച്ഛനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ആ അച്ഛനോടുള്ള പിണക്കം ദൈവത്തോടുള്ള പിണക്കമായി മാറരുത്. ഒരഭിപ്രായ വ്യത്യാസം ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അകൽച്ചയായിട്ട് മാറല്ല. അത് വേദറേ, അത് രണ്ടും രണ്ട്. മനുഷ്യരോട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, പക്ഷെ ദൈവത്തോടുള്ള ബന്ധം കളയുന്ന ഒന്നിലും പോകരുത്. ദൈവത്തോട് പിണങ്ങരുത്. ആമേൻ. പല മനുഷ്യരും ദൈവത്തോട് പെട്ടെന്ന് പിണങ്ങിക്കളയും. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസമില്ല. ദൈവത്തോട് പിണങ്ങരുത്. നാളുകളിൽ നിന്റെ ജീവിതം അനുഗ്രഹമാകുന്നത് ഈ ബന്ധത്തിലാണ്. ഹല്ലേലൂയ. 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 അടുത്തൊരു വാക്ക് ഈ ബന്ധത്തിന്റെ ഗുണം എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യത്തിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് വായിക്കുകയാണ്. 2-ാം അധ്യായം 25 മുതലുള്ള വാക്യം. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. ജെറുസലേമിൽ ആളുടെ പേരെഴുതിയിട്ടുണ്ട്, ശിമയോൻ എന്നൊരു പുള്ളി ജീവിച്ചിരുന്നു. ഒരാളുണ്ടായിരുന്നു ശിമയോൻ. ആ പേര് മറക്കരുത്. ജെറുസലേമിൽ ശിമയോൻ എന്ന ഒരാൾ ജീവിച്ചിരുന്നു. ശിമയോൻ ഉണ്ടായിരുന്നു. ആളുടെ പ്രത്യേകത ഭയങ്കര റിലേഷൻഷിപ്പാണ് ദൈവത്തോട്. എഴുതിയിട്ടുണ്ട്, അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എഴുതിയിരിക്കുവാണ്, സ്വഭാവം എഴുതിയിരിക്കുവാണ്. ആൾ എങ്ങനെയുള്ള ആളാന്ന് അദ്ദേഹത്തിൽ എഴുതിയിരിക്കുകയാണ്. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമാണ്. ആളൊരു ദൈവഭക്തനാണ്. ദൈവത്തോടുള്ള ബന്ധമുള്ളവനെ വിളിക്കുന്ന പേരാണ് ദൈവഭക്തൻ. അവൻ ദൈവത്തിന്റെ ആളാണ് എന്ന് പറയാറില്ലേ? അവൻ ദൈവത്തിന്റെ ആളാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. ഒത്തിരി ശുശ്രൂഷകരില്ലേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കളച്ച് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഈ കാട്ട് പ്രദേശത്തെത്തുമോ? ഇത് ഉൾപ്രദേശമല്ലേ? ഇവിടെ എത്തിപ്പെടണമെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ക്രമപ്പെടുത്തണം. നിങ്ങളെ ഇവിടെ എത്തിച്ചത് ഞാനുമായിട്ടുള്ള ബന്ധമല്ല, സർവശക്തനായ ദൈവത്തോടുള്ള ബന്ധമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ബന്ധമില്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാകത്തില്ല. ആ ബന്ധമാണ് നാളുകളിൽ നിങ്ങളുടെ അനുഗ്രഹമാകുന്നത്. ശിമയോനെ കുറിച്ച് പറയുവാണ്, ദൈവത്തോട് ബന്ധമുള്ളവരായിരുന്നു, ദൈവഭക്തനായിരുന്നു. അടുത്തതോ, പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. നോക്കൂ, ആരുടെ മേലുണ്ടായിരുന്നു? ശിമയോന്റെ, ദൈവഭക്തനായ ശിമയോന്റെ മേൽ, ദൈവത്തോട് ബന്ധമുള്ളവന്റെ മേലാ പരിശുദ്ധാത്മാവ് ഉണ്ടാവുക. ആമേൻ. എഴുതിയിരിക്കുവാണ്, അവന്റെ മേൽ
പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആളാണ്. ആമേൻ. നിങ്ങൾ ദൈവഭക്തനാണെന്ന് ആരെങ്കിലും പറഞ്ഞ് കളിയാക്കിയാൽ വിഷമിച്ചിരിക്കില്ല കേട്ടോ. അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം അവന്റെ മേൽ ദൈവാത്മാവുണ്ട്. അവന്റെ വാക്കുകൾ ദൈവ വാക്കുകളായി മാറും. അവൻ ഒരാളെ നോക്കി നിന്റെ കാര്യം ശരിയാകും എന്ന് പറഞ്ഞാൽ അത് ശരിയാകാൻ തുടങ്ങും. അവൻ ആത്മാവുള്ളവനാണ്. ദൈവത്തിന്റെ വാക്കുകളെ വായിച്ചെടുക്കാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന്റെ വാക്കുകൾ അവൻ അക്ഷരം പെറുക്കിയെടുത്ത് വായിച്ചിട്ട് അവൻ പറഞ്ഞു തരും, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ദൈവത്തിന്റെ വാക്കുകളെ, ഭാഷയെ കണ്ടുപിടിച്ച് വായിക്കാൻ കഴിവുള്ളവനാണ് ദൈവഭക്തൻ. കാരണം അവൻ ദൈവാത്മാവിൽ നിറഞ്ഞവനായിരുന്നു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം, കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അപ്പൊ ആർക്കേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ? ദൈവഭക്തനെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിൽ ഉണ്ടാകുള്ളൂ. ദൈവത്തിൽ നിൽക്കുന്നവനെ പ്രാർത്ഥിച്ചിട്ട് സന്ദേശം പറയത്തുള്ളൂ. അല്ലാത്തവൻ കണക്ക് കൂട്ടിയാൽ ഒന്നും വരത്തില്ല, ഒന്നും പറയാൻ. ഇനി ബോധപൂർവം പറഞ്ഞാൽ നോക്കിയാൽ പോലും കിട്ടത്തില്ല. ആരാണ് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ കിട്ടിയത്? ദൈവത്തോട് ബന്ധമുള്ള ശിമയോന് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അടുത്ത വാക്യമാണ്, പ്രധാനപ്പെട്ട വാക്കാണ്, 27-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ? ചുമ്മാ ഒരു ഊട്ടി പോകുന്ന പോലെയോ കൊടൈക്കനാലിൽ പോകുന്ന പോലെയോ ദേവാലയത്തിൽ പോകാൻ പറ്റത്തില്ല. ഇതുപോലൊരു ആലയത്തിൽ പോകാൻ പറ്റത്തില്ല. ടൂർ പോകണം ഇന്നിപ്പോൾ വിചാരിച്ച പോകാൻ പൈസ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടേ പോകാം. പക്ഷെ പ്രാർത്ഥനാലയത്തിൽ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് വീട്ടിൽ ഭയങ്കര വഴക്ക്, ഇഷ്ടക്കേട്, ദേഷ്യം, പെട്ടെന്ന് വീഴുന്നു, പെട്ടെന്നൊരു ആവശ്യം വരുന്നു, നമ്മൾ മാറ്റിവെക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് ശ്രദ്ധിച്ചോ? പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. ഇതൊരു ദേവാലയമാണ്, ഇതൊരു ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ്. ദൈവത്തിന്റെ പ്രേരണയില്ലാതെ, പ്രചോദനമില്ലാതെ ഒരാൾക്കും ഇവിടെ വരാൻ കഴിയത്തില്ല. എഴുതിയിരിക്കുന്നു, ശിമയോ ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് വന്നത് ദൈവാത്മാവിന്റെ പ്രേരണയാൽ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരും പറയുന്നുണ്ട്, ഞാൻ വിളിച്ചതാ ഒന്ന് വരണമെന്ന്, എന്ത് ചെയ്താലും ഒരു വന്നില്ല. ദൈവാത്മാവിന്റെ പ്രേരണ കിട്ടാതെ വരാൻ കഴിയില്ല. കയറ് കെട്ടി വണ്ടിയിലിട്ട് കെട്ടിക്കൊണ്ട് വന്നാൽ ഇവിടെ ഇറങ്ങി ഓടും. ഇവിടെ വന്നിട്ട് വീട്ടുകാരെ ഇറക്കി വിട്ടേച്ച് തിരിച്ച് ദൂരോട്ട് പോയവരുണ്ട്. തിരിച്ചെങ്ങനെയാന്ന് വെച്ചാൽ ട്രെയിനാന്നെ വന്നാൽ മതി എന്നും പറഞ്ഞ് അവർക്ക് ഈ മണ്ണിൽ കയറി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അത് ദൈവാത്മാവിന്റെ പ്രചോദനമില്ലാത്ത ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ, ഈ ത്യാഗം എടുക്കാൻ, ഈ ചൂടും ആവിയും പരവേശ സഹിച്ച് ഇവിടെ ഇരിക്കാൻ, നിലത്തിരിക്കാൻ, ഈ കാല് ഭയങ്കര വേദനയുണ്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, അപ്പച്ചമാർ എത്ര പേരാ നിലത്തിരിക്കുന്നത്? ദൈവാത്മാവിന്റെ പ്രേരണയാണ് ഇവിടെ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് പോലും. നിങ്ങളുടെ ജീവിതത്തിന്റെ പുറകിൽ ഒരു ദൈവ പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യമാണ് 31-ാമത്തെ വാക്യം. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടെ, ശിമയോൻ പറയുവാണ്, സകല ജനത്തിനും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനു വേണ്ടിയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. പ്രതീക്ഷയോടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയണം. ആമേൻ. ശിമയോൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എന്തിനെയാണോ പ്രതീക്ഷിച്ചിരുന്നത് അത് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടി. അതാ എഴുതിയിരിക്കുന്നത്, സകല ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഏത് രക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്? നിങ്ങൾ ആ ഭാഗത്ത് ചിന്തിച്ചേ. എനിക്കൊരുക്കിയിരിക്കുന്ന നന്മയുണ്ട്, എനിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വിടുതലുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹമുണ്ട്. അവർക്ക് ഇന്ന കാര്യം നടന്നിരുന്നെങ്കിൽ, ഇന്ന കാര്യം ശരിയായി, അത് ദൈവം ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ദൈവം ഒരുക്കുന്ന സമയത്താണ് നിങ്ങൾ സാക്ഷ്യത്തെ പറയാൻ തുടങ്ങുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദൈവം എനിക്ക് ഒരുക്കിയിട്ടുള്ളത് എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റണം? എൻ്റെ കുഞ്ഞിനൊരു നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവം ഒരുക്കിയിട്ടുണ്ട്, അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയണം. വിവാഹം കഴിഞ്ഞു മക്കളില്ല, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും ദൈവം തലമുറകളെ നൽകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നത്, രക്ഷ ദൈവം ഒരുക്കുന്ന നന്മ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ തുടങ്ങും. വിശ്വസിച്ച് പറ ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞേ, എനിക്ക് ഇനി ഒരു വീടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, എനിക്ക് ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, ഇനി വേണമെങ്കിൽ മക്കൾ വല്ലതും പണിയട്ടെ. അതല്ല വിശ്വാസം.
അത് ഒരു വിഷമം പറയുന്നതാ. വിശ്വാസം, നീ വീടിന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ, അത് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നിന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും. ഒരു വീട് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു വീട് എനിക്കുണ്ടാകുമെന്നുള്ളത് സ്വപ്നം പോലെ ഒരു വലിയ കാര്യം, പക്ഷേ അതെനിക്ക് നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞു. അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു വീടും ഒരു 10-14 സെന്റ് സ്ഥലവും ഞാൻ മേടിച്ചു. ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ്, മനസ്സിൽ കണ്ടതാ ദൈവം എനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നത്. എന്തിനെയാണോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അത് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. യോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും. എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും. എന്റെ മക്കൾ രക്ഷപ്പെടുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് കാണും. എന്റെ ജീവിത പങ്കാളി അനുഗ്രഹമായി വരുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് കാണും. എന്റെ കടബാധ്യത മാറി ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും. ഞാൻ അനുഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്നത് ശിമയോൻ പറഞ്ഞതുപോലെ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് നാളുകളിൽ നിങ്ങൾ പറയാൻ ഇടവരും. ഒരു നിമിഷം ഈ ഒരു നല്ല വിശ്വാസത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വേഗത്തിൽ പോകാതെ ഒരു നിമിഷം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. എഴുന്നേൽക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പ്രിയപ്പെട്ട അമ്മമാരൊക്കെ എത്രയോ വീട്ടിലെ ജോലികളൊക്കെ എത്രയോ നേരത്തെ എഴുന്നേറ്റ് ക്രമപ്പെടുത്തി ഒരുക്കി. ചിലർ പറയും വീട്ടിൽ പശുവുണ്ട്, വളർത്തു മൃഗങ്ങളുണ്ട്, നിങ്ങൾ ഇച്ചിരി പുല്ലിട്ട് കൊടുത്തേക്കണേ, ഇച്ചിരി വെള്ളം കൊടുത്തേക്കണേ, ഞങ്ങൾ രാത്രിക്ക് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കാര്യം സെറ്റ് ചെയ്തിട്ടാണ് പ്രിയപ്പെട്ട അമ്മമാർ, പ്രിയപ്പെട്ട പിതാക്കന്മാർ, അപ്പച്ചന്മാർ ഒക്കെ ഇവിടെ വന്നത്. എത്രയോ തിരക്ക്. നിങ്ങൾക്കിവിടെ വരാതിരിക്കാമായിരുന്നു. നിങ്ങൾക്കിവിടെ വരാതെ മറ്റു വെറുതെ വീട്ടിലിരുന്നാൽ ഇരിക്കാമായിരുന്നു. ഇവിടെ വരാൻ, ഇത്രയും ദൂരെ വരാൻ മനസ്സ് കാണിച്ചത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അകത്ത് ഈ ദേവാലയത്തിൽ വരാൻ ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം ഒരുക്കിയിരിക്കുന്നത് ആ അനുഗ്രഹം നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ ഇടവരും. കണ്ണുകൾ കൊണ്ട് നിമിഷം കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? കണ്ണുകളൊന്ന് അടച്ച് ഇവിടെ ശിമയോൻ പറഞ്ഞ ഏതു ശിമയോൻ എന്നറിയാമോ? ദൈവഭക്തനായ ശിമയോൻ. അല്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമുള്ള ശിമയോൻ, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ശിമയോൻ, ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ കെട്ടിക്കൊണ്ടുന്ന ശിമയോൻ. ദൈവം ഒരുക്കിയിരിക്കുന്നത് ശിമയോന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരെ, പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. ആ രോഗം സൗഖ്യമാകുന്നത് ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കും. ആ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കണ്ണുകൾ കൊണ്ട് കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് മിടുക്കരായി ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നത് നിങ്ങൾ ആ രക്ഷ, ആ അനുഗ്രഹം, ആ നന്മ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണാൻ ഇടവരും. നിങ്ങളുടെ മക്കൾ മിടുക്കരാകും. ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ച്. ആരായിരുന്നു ജോഷുവ? ദൈവ സാന്നിധ്യത്തിന്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നവൻ. ആരാണ് ജോഷുവ? മോശ എന്ന അഭിഷേകത്തിന്റെ കൈവപ്പ് പ്രാർത്ഥന സ്വീകരിച്ചവൻ. ആരെയുമാണ് ദൈവം സംസാരിച്ചത്? ഇതേ നൂനിന്റെ പുത്രനായ ജോഷുവയോട് പറയുക, മോനെ ജോഷുവ, ജോഷുവ, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ ഉന്നതനാക്കും കേട്ടോ. നീ ശക്തനും ധീരനുമായിരിക്കുക, ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ മോനെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ വാക്ക് വായിക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. മോനെ ജോഷുവ, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ, മോനെ ജോഷുവ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. മോനെ ജോഷുവ, നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഞാൻ ഉന്നതനാക്കും. ഇതേപോലെ ദൈവത്തോട് ബന്ധമുള്ള ശിമയോൻ പറയുകയാണ്. ശിമയോൻ പറഞ്ഞു, ഇസ്രായേലിന്റെ നന്മ ഞാൻ പ്രതീക്ഷിക്കുന്നു, അതെന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. ആരാണ് കണ്ടത്? ആരാണ് കണ്ടത്? എല്ലാത്തിനെയും വിമർശിച്ചവനല്ല കണ്ടത്, എല്ലാത്തിനെയും കുറ്റം പറഞ്ഞവനല്ല കണ്ടത്, എല്ലാത്തിനെയും കളിയാക്കി നടന്നവനല്ല കണ്ടത്. ദൈവത്തോട് ബന്ധമുള്ള ശിമയോനാണ് രക്ഷ കണ്ടത്. ചീത്ത പറഞ്ഞ് വിമർശിക്കുന്ന, കുറ്റം പറയുന്ന, എല്ലാത്തിനെയും ചെളിവാരി എറിയുന്ന ശിമയോൻ അല്ല ദൈവം ഒരുക്കിയത് കണ്ടത്. പിന്നെയോ ദൈവഭക്തനായ ശിമയോൻ, ദൈവത്തോട് ബന്ധമുള്ള ശിമയോൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിമയോൻ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ കിട്ടിക്കൊണ്ടിരുന്ന ശിമയോനാണ് ദൈവത്തിന്റെ രക്ഷ കണ്ണുകൾ കൊണ്ട് കണ്ടത്. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇതാ ദൈവത്തോട് ബന്ധമുള്ള ഒരുപാട് പേർ, ഇതാ ദൈവത്തോട് ബന്ധമുള്ള ഒത്തിരി പേർ, ഒരുപാട് അനുഗ്രഹമുള്ള ശുശ്രൂഷകർ, ഒത്തിരി അനുഗ്രഹമുള്ള അമ്മമാർ. ഞാൻ ചില വ്യക്തികളെ, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വരമുള്ളവരെയും കൃപമുള്ളവരെയും കണ്ടിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ വെളിച്ചമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ അനുഗ്രഹമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ്, ഈ ജനത്തിന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു അനുഗ്രഹത്തെ കണ്ണുകൊണ്ട് കാണാൻ, ശരീരത്തിൽ അനുഭവിക്കാൻ ഇടവരണമെന്ന് ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ചൊന്ന് പാടാമോ? എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ചേർന്ന് പാടാം. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. അബ്രാമിന് അനുഗ്രഹം ലഭിച്ചതുപോ എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. അബ്രാമിന് അനുഗ്രഹം ലഭിച്ചതുപോ എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. യോസേഫ് മാനിക്കപ്പെട്ടതുപോ എന്റെ ഉയർച്ച വരുന്നുണ്ട്. യോസേഫ് മാനിക്കപ്പെട്ടതുപോ എന്റെ ഉയർച്ച വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ ഉയർച്ച വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ ഉയർച്ച വരുന്നുണ്ട്. അടിച്ച് ദാനിയേൽ വിടുവിക്കപ്പെട്ടതുപോ എന്റെ വിടുതൽ വരുന്നുണ്ട്. ദാനിയേൽ വിടുവിക്കപ്പെട്ടതുപോ എന്റെ വിടുതൽ വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ വിടുതൽ വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ വിടുതൽ വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോ എന്റെ ആഹാരം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോ എന്റെ ആഹാരം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ ആഹാരം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ ആഹാരം വരുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് ഓർക്കേണ്ടതാണ്. ഈ പറഞ്ഞതൊക്കെ ഓർക്കേണ്ടതാണ്. പക്ഷെ ഓർക്കേണ്ടതിനെ പലത് ഓർക്കുന്നില്ല, മറക്കേണ്ടതിനെ മറക്കുന്നുമില്ല. മറക്കേണ്ട ചില കയ്പുകളെ മറന്നുകളാ, അതൊഴിവാക്കുക. എന്നിട്ട് ആ സ്ഥാനത്ത് ഓർക്കേണ്ടത് ഓർക്ക്. ഈ വചനം ഓർക്ക്. അത് നിന്നെ കുറെ കൂടി അനുഗ്രഹത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങും. അത് നിന്നെ കുറെ കൂടെ വെളിച്ചമുള്ളതാക്കി മാറ്റാൻ തുടങ്ങും. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിലൂടെ സംസാരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ, ആമേൻ. ഒന്നും കൂടി ഇരിക്കാമോ? ഹല്ലേലൂയ. കുറച്ചു നേരം കൂടി ഒരു വചനത്തിൻ്റെ ഒരു ഭാഗം കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ച് ശുശ്രൂഷകളുടെ ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പറയുന്നൊരു വാക്ക് ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു വാക്കും കൂടെ ഒരിക്കൽ കൂടി അതൊന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഞാനത് ചെറുതായ രീതിയിലൊന്ന് സൂചിപ്പിച്ചിരുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 23 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. യാക്കോബ് 1-ാം അധ്യായം 23 മുതലുള്ള വാക്യം. ഒറ്റ വാക്യമാണ്. ജസ്റ്റ് അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്.
വചനം കേൾക്കുകയും എന്ത് കേൾക്കുകയും? വചനം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, മുഖം കണ്ണാടിയിൽ കാണുന്ന. മുഖം, കണ്ണാടി, രണ്ട് വാക്കുകൾ നമുക്ക് വളരെ സുപരിചിതമാണ്. എന്തിനാണ് ഈ പുസ്തകത്തിനകത്ത് കണ്ണാടി എന്നെഴുതിയത്? മുഖം, കണ്ണാടി, ഇത് രണ്ട് തമ്മിൽ നമുക്ക് നല്ല ബന്ധമുണ്ട്. ഇനി ഇങ്ങോട്ട് വരാൻ നേരത്ത് തന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ണാടിയിൽ നോക്കി. കണ്ണാടി നോക്കാത്ത ആരും തന്നെ കാണത്തില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കണ്ണാടി നോക്കത്തില്ലേ? അല്ല, ഒരു ദിവസം തന്നെ 10 പ്രാവശ്യമൊക്കെ നോക്കാറുണ്ട്. നമ്മളെല്ലാം കണ്ണാടി നോക്കുന്നവരാണ്. കണ്ണാടി നോക്കുമ്പോഴാ അയ്യോ തലമുടി ചീയില്ലല്ലോ, അയ്യോ ബട്ടൺസ് തെറ്റിപ്പോയല്ലോ, അയ്യോ ഇവിടെ ചെളി വീണ് കിടപ്പുണ്ടല്ലോ, പൗഡർ ഇട്ടപ്പോൾ സൈഡിൽ കൂടിപ്പോയല്ലോ. എപ്പോഴാണ് പിടികിട്ടിയത്? ഒരാൾ പൗഡർ ഇട്ടിങ്ങനെ വരുമ്പോൾ ചോദിച്ചു, നീ കണ്ണാടി നോക്കിയില്ലേ? എടാ പൗഡർ അവിടെ ഇവിടെ ഇരിക്കുക. ആണോ? വേഗം പോയി കണ്ണാടി നോക്കി തൂത്ത് പെറുക്കി റെഡിയാക്കി. എവിടെ നോക്കിയപ്പോഴാണ് ശരിയായത്? കണ്ണാടി നോക്കിയപ്പോഴാണ്. ആൾക്കാർ ചോദിക്കില്ലേ, നീ കണ്ണാടി നോക്കിയില്ലേ? കണ്ണാടി നോക്കി തലമുടിയൊക്കെ ചെയ്യിക്കേ. കണ്ണാടിയിൽ നോക്കും. യാക്കോബ് ശ്ലീഹ പറയുവാണ്, ഒരു വാക്ക് കൊണ്ടുവന്നിരിക്കും, ആ കണ്ണാടി. കണ്ണാടി, അതിനകത്തൊരു വാക്കുകൊണ്ട്, ശ്രദ്ധിച്ചോ, ഇതൊരു കണ്ണാടിയാണ്. മുഖം കാണാൻ പറ്റത്തില്ല, പിന്നെയോ എൻ്റെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണിക്കുന്ന കണ്ണാടിയാണ് ഇത്. പക്ഷെ നമ്മുടെ വീട്ടിലെ 50 രൂപ, 100 രൂപ, 500 രൂപ, 5000, 50,000 രൂപ വിലയുള്ള കണ്ണാടി ജീവിതം കാണിക്കത്തില്ല. നമ്മുടെ മുഖം, നമ്മുടെ പുറമേ ഉള്ളത് കാണിച്ചു തരും. പക്ഷെ രണ്ട് കണ്ണാടിക്കും വ്യത്യാസമുണ്ട്. ഈ കണ്ണാടി പൊട്ടുകയില്ല. ഏത് കണ്ണാടി? വചനം, ദൈവവചനമാകുന്ന കണ്ണാടി ഒരിക്കലും പൊട്ടത്തില്ല. ഇത് എത്ര എറിഞ്ഞാലും പൊട്ടത്തില്ല, താഴെയിട്ടാലും പൊട്ടത്തില്ല. പക്ഷേ പൊട്ടിപ്പോയ ജീവിതങ്ങളെ ഈ കണ്ണാടി ക്ലിയർ ചെയ്തു തരും, ശരിയാക്കും. അത് പൊട്ടിപ്പോയ ജീവിതമാണേലും പൊട്ടിപ്പോയ ഭാവിയാണേലും. മുഖം നോക്കുന്ന കണ്ണാടി നോക്കിയാൽ അത് ശരിയാവും തോന്നില്ല. പക്ഷേ യാക്കോബ് ശ്ലീഹയുടെ ഭാഷയിൽ പറയുന്ന ഈ കണ്ണാടിയിൽ നോക്കിയാൽ അത് ശരിയാകും. അത് അനുഗ്രഹമായിട്ടങ്ങ് മാറും. ഏത് കണ്ണാടി നോക്കിയിട്ടാ? വീട്ടിലെ 5000 രൂപയുടെ ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് മേടിച്ച കണ്ണാടി നോക്കിയപ്പം ജീവിതമൊന്നും ശരിയായില്ല, മുഖം ശരിയായി. പക്ഷേ ദൈവവചനമാകുന്ന കണ്ണാടി നോക്കിയപ്പം മുഖം എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം കിട്ടി. എന്തോ ഒരു പ്രതീക്ഷ വന്നു ഈ കണ്ണാടി നോക്കിയപ്പോഴാണ്. ഈ കണ്ണാടിയിൽ എല്ലാ ദിവസവും നോക്കണം. രാവിലെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം പറയുന്നത് ഈ കണ്ണാടിയിൽ നോക്കാൻ പഠിപ്പിക്കുവാണ്. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പോലും ആദ്യം ആ കട്ടിലയിലിരുന്ന്, ആ മേശയിലിരുന്ന്, ആ കസേരയിലിരുന്ന് ഈ കണ്ണാടിയിൽ ഒരു 5 മിനിറ്റ് നോക്ക്. ജീവിതം തെളിയാൻ തുടങ്ങും, മാറാൻ തുടങ്ങും, പ്രതീക്ഷയുണ്ടാകാൻ തുടങ്ങും. ഇവിടെ വന്നിരിക്കുന്ന ചിലരോട് ഞാൻ പറഞ്ഞു, എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, എന്നാൽ അടുത്ത ആഴ്ച വരണ്ട. ഞാൻ പറഞ്ഞു, ചിലരോട് പറഞ്ഞു അടുത്ത ആഴ്ച വരണ്ടെന്ന്. കാരണം അവർ ഒത്തിരി ദൂരത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നത്? അല്ല, ഈ കണ്ണാടി നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു സന്തോഷമുണ്ട്. 7 ലക്ഷം രൂപ മുടക്കിയ ഒരാൾ ഇവിടെ ഈ കണ്ണാടി നോക്കാൻ വന്നു. ഈ കണ്ണാടി നോക്കാൻ 7 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു വലിയ യൂറോപ്യൻ രാജ്യത്ത് നിന്ന് 3 മക്കളും അമ്മയും അപ്പനും എല്ലാവരും കൂടെ ഫ്ലൈറ്റ് ചാർജ് അപ്പ് ആൻഡ് ഡൗൺ 7 ലക്ഷത്തിലധികമായി. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാത്രം വന്നതാണ്. ഇത്രയും പൈസ മുടക്കിയിട്ടോ? ഈ കണ്ണാടി നോക്കാനാണ് വന്നത്. 7 ലക്ഷം രൂപയ്ക്ക് 7000 കണ്ണാടി മേടിക്കായിരുന്നല്ലോ. അല്ല, അതല്ല. ഈ കണ്ണാടിയിൽ നോക്കിയാൽ അനുഗ്രഹം കിട്ടുമെന്ന് അറിഞ്ഞാൽ 7 അല്ല 70 ലക്ഷം രൂപ ആൾക്കാർ മുടക്കും. കാരണം അനുഗ്രഹമാണ് വിലയുള്ളത്. ഈ കണ്ണാടിയിൽ നോക്കിയ ഒരുപാട് ജീവിതങ്ങളെ എനിക്കറിയാം. ജീവിതം ഒത്തിരി മാറിയിട്ടുണ്ട് അവരുടെ. നമ്മുടെ വീട്ടിലിരിക്കുന്ന കണ്ണാടിയുണ്ടല്ലോ, ഒരു ആണിയൊക്കെ തറച്ച് ഭിത്തിയിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ പല്ല് തേക്കുമ്പോൾ, നമ്മൾ കുളിച്ച് ഫ്രഷായിട്ടൊക്കെ നമ്മൾ കണ്ണാടി മുമ്പിൽ നിന്നാണ് മേക്കപ്പ് നടത്തുന്നത്. ആ കണ്ണാടി ഉണ്ടല്ലോ, താഴോട്ട് വീണാൽ 100 കഷ്ണമായി പൊട്ടിപ്പോവും.
പിന്നെ അതൊന്നിനും കൊള്ളത്തില്ല, ഏതെങ്കിലും കുഴി കൊണ്ടിടാനേ പറ്റുള്ളൂ. ഒരു കണ്ണാടി ഇങ്ങനെ താഴോട്ടം കിട്ടേ അത് വല പോലെ പൊട്ടിപ്പോവും. പിന്നെ മുഖം നോക്കിയാൽ നമ്മളെ തന്നെ നൂറായിട്ട് കാണും, ശരിയാകത്തില്ല, ഇനി ആ കണ്ണാടി കൊള്ളത്തില്ല. കടയിൽ കിട്ടുന്ന ഏറ്റവും നല്ല പശ കൊണ്ട് ഒട്ടിച്ചാൽ പോലും ആ പാടങ്ങനെ കാണും, അതിനി കൊള്ളത്തില്ല. അത് 5 രൂപയുടെ ആയാലും കൊള്ളത്തില്ല, 500 രൂപയായാലും കൊള്ളത്തില്ല. പക്ഷേ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ നാളുകൾ വരെ നിലത്തു വീണ് പൊട്ടുന്ന കണ്ണാടി പോലെ പൊട്ടിയ ഒരുപാട് ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് പശ കൊണ്ട് ഇവരെ ഒട്ടിക്കും? ഇനി ഇവരുടെ ജീവിതം എങ്ങനെ ശരിയാകും? ആരെക്കൊണ്ട് കൗൺസിലിംഗ് കൊടുപ്പിക്കും? ഇനി ആരെക്കൊണ്ട് എവിടെ പോയി ഇവരോട് പ്രാർത്ഥിക്കാൻ പറയും? ഏതു വചനം കൊടുത്ത് പ്രാർത്ഥിക്കും? അല്ല, നിലത്തു വീണ് പൊട്ടി വല്ലാതെ വലവല പോലെ പൊട്ടിപ്പോയി. നമ്മുടെ 100 രൂപയുടെ 500 രൂപയുടെ കണ്ണാടി നിലത്തു വീണ് പൊട്ടുന്നത് പോലെ കണ്ണാടി അല്ല പലരുടെയും പൊട്ടിയത്, ജീവിതമാണ്. ഇല്ലേ? നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ ജീവിതം ചിലപ്പോൾ കണ്ണാടി നിലത്തു വീണ് പൊട്ടിയതുപോലെ പൊട്ടിയിട്ടുണ്ടാകും. 100 കണക്കിന് പാടുകൾ. ഇതെങ്ങനെ ശരിയാകും ദൈവമേ എന്നാ ഇന്ന് ചിന്തിക്കുന്നത്. ചിലരുടെ സാമ്പത്തികം നിലത്തു വീണ് പൊട്ടിയ കണ്ണാടി പോലാണ്. ചിലരുടെ സ്വപ്നങ്ങൾ കണ്ണാടി പോലെയാണ്. ചിലരുടെ ഭാവി പൊട്ടിപ്പോയ കണ്ണാടി പോലെയാണ്. ചിലരുടെ ജീവിതവുമായി ചിലരെ വിശ്വസിച്ച് കൂടെ കൂട്ടിയത് വല്ലാതെ പൊട്ടിച്ചു കളഞ്ഞ മനുഷ്യൻ. ചില ആളുകൾ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്നിട്ട് ജീവിതത്തെ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ചില ആളുകളെ അമിതമായി വിശ്വസിച്ച് അയാൾ നമ്മളെ ഉപദ്രവിക്കുക ചെയ്തത്. ചിലർ നമ്മളോട് കൂടെ ചേർന്ന് അവസാനം ഒറ്റയേറ്. ചില പത്രമാധ്യമങ്ങളിൽ കണ്ട വാർത്തകളൊക്കെ കണ്ണാടിച്ചില്ല് പോലെ ചില ജീവിതങ്ങളെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞതല്ലേ? എനിക്കറിയാം, പ്രാർത്ഥനാലയത്തിൽ വരുന്ന അനേകം ആളുകൾ കരയാൻ കാരണം അവരുടെ പ്രതീക്ഷയുടെ എല്ലാം നിലത്തു വീണ് പൊട്ടിപ്പോയത് കൊണ്ടാണ്. കണ്ണാടിച്ചില്ല് പോലെ. പക്ഷേ ഈ കണ്ണാടിയിൽ തുടരെ നോക്കാൻ തുടങ്ങിയപ്പോൾ, ഈ കണ്ണാടിയെ കുറെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം എവിടെയോ ആരോ ഒട്ടിച്ച് കുറച്ചുകൂടി അടുപ്പിച്ച് ചേർത്തങ്ങ് പാടുപോലും ഇല്ലാത്ത പോലെ അത് നിരപ്പാക്കുന്നത് പോലെ. ഇത് മുഖം ശരിയാക്കുന്ന കണ്ണാടിയല്ല, ഇത് ജീവിതത്തെ ക്ലിയർ ചെയ്യുന്ന കണ്ണാടിയാണ്. ഈ കണ്ണാടിക്ക് 1000 രൂപയൊന്നും വിലയില്ല. ഇതിന് 300 രൂപയുള്ള വിലയുള്ളൂ, 500 രൂപയിൽ താഴെ ഇതിന്റെ വിലയുള്ളൂ. പക്ഷേ എത്രയോ വിലയുള്ള ജീവിതങ്ങളെ ശരിയാക്കിയതാണെന്നറിയാമോ ഈ കണ്ണാടി? ഇത് വിലയുള്ളൊരു കണ്ണാടിയാണ്. നമ്മുടെ വീട്ടിലിത് കുട്ടികൾക്ക് പഠിക്കാനുള്ള കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഹിന്ദി എന്നീ പുസ്തകത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു പുസ്തകമായി ഇത് കാണരുത്. ഇതിനകത്ത് എൻ്റെ ജീവിതമുണ്ട്. ഇത് ഒട്ടും പണ്ട് കാലത്ത് ഇതിങ്ങനെ ഒരു പുസ്തകമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പുസ്തകം. ഇതൊരു പുസ്തകമായിരിക്കുന്നിടത്തോളം കാലം ഇതിന് ശക്തിയില്ല. പക്ഷെ എന്നാണോ വിശ്വസിച്ചിതിനെ ചേർക്കുന്നത്, അന്ന് മുതൽ എൻ്റെ തകർന്ന ജീവിതവും കുറെ ശരിയാകാൻ തുടങ്ങും. എത്രയെത്ര സാക്ഷ്യങ്ങൾ, എത്രയെത്ര ആളുകളുടെ ജീവിതങ്ങളാ പറയുന്നത്. ഞാനിവിടെ പറഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, താഴെയാണോ പറഞ്ഞത് ഇവിടെയാണോ പറഞ്ഞെന്നറിയില്ല. ഇത് പറയുമ്പോൾ ഇത് എന്നോട് പറഞ്ഞ ആളും കേൾക്കുമായിരിക്കും. ഒരു ഭർത്താവും ഭാര്യയും അവരുടെ 2 മക്കളും വന്ന് ഇരുന്നപ്പോൾ ഭാര്യ സംസാരിച്ചു. ഭാര്യ പറഞ്ഞു, ഈ മനുഷ്യൻ കോൺട്രാക്ടറാണ്, എൻ്റെ ഭർത്താവ് കോൺട്രാക്ടറാണ്, കൊള്ളാം, നല്ല കാര്യം. എന്നിട്ട് പറഞ്ഞു, ഭയങ്കര കള്ളുകൂടിയായിരുന്നു. അത് ശരി, ഇപ്പോൾ ഇല്ല, എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലമാണ്, ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ്? എൻ്റെ ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു വെച്ചു. അന്ന് എനിക്ക് കള്ള് മേടിച്ച് കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്, കള്ള് മേടിച്ച് തരാൻ. ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന പാടെ എനിക്കിങ്ങോട്ട് തരും. വണ്ടിയെ കൊണ്ടുതരാൻ ആളുണ്ട്, വീട്ടിൽ കൊണ്ടുതരാൻ ആളുണ്ട്, എല്ലാത്തിനും ആൾക്കാരുണ്ട്, വണ്ടിയുണ്ട്, പണമുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതം വല്ലാതെ മദ്യത്തിലായി, ഡിസോർഡറായി. അങ്ങനെ വീട്ടിൽ ബഹളമായി, വഴക്കായി. ഒരു ദിവസം ഇവളും മക്കളും എല്ലാം കൂടെ പോയി. അപ്പോൾ ഭാര്യ പറഞ്ഞു, അതെ, ഇയാളെ കൊണ്ട് മടുത്തിട്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ വീട്ടിലോട്ട് പോയി. അന്ന് അയാൾ ഈ ഭാര്യയും മക്കളും പോയ ദുഃഖത്തിൽ വീണ്ടും കുടിച്ചു. അപ്പോൾ അയാൾ മനസ്സിലായി, ദൈവമേ, ഭാര്യയും പോയി മക്കളും പോയി. പൂസും പുറത്താണേലും ചിന്തിച്ചു, കള്ളിൻ്റെ പുറത്താണേലും ചിന്തിച്ചു, ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? കണ്ണാടിച്ചില് പോലെ പൊട്ടിയില്ലേ എന്ന് ചിന്തിച്ച് അയാൾ പെട്ടെന്ന് ചിന്തിക്കുവാണ്, പോയി കുളിച്ചേക്കാം. അയാൾ ടോയ്ലറ്റിലേക്ക് കയറുന്നു, ബാത്റൂമിലേക്ക് കയറുന്നു, വാതിലടയ്ക്കുന്നു, ഫോണും കൈ പിടിച്ചോണ്ടാണ് പോയത്. സോപ്പ് വെക്കുന്ന ഒരു പാത്രമുണ്ട് ബാത്റൂമിൽ, സോപ്പ് വെക്കുന്ന ഒരു ചെറിയൊരു പ്ലേറ്റ്, അതിൽ ഓൺ ചെയ്ത് വെച്ചത് ഞാൻ എപ്പോഴോ പ്രസംഗിച്ചൊരു പ്രസംഗം ടോയ്ലറ്റിൽ ഓൺ ചെയ്ത് വെച്ചു.
അയാൾ കുളിക്കാനിങ്ങനെ ഒരുങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പ്രസംഗം അദ്ദേഹം തലയിൽ വെള്ളം വീഴുന്നതിന് മുമ്പ് അയാൾ കേൾക്കുകയാണ്, ബാത്റൂമിൽ നിന്ന്, ടോയ്ലറ്റിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ നിങ്ങൾ പ്രസംഗിച്ച ആ വചനം ഞാൻ ടോയ്ലറ്റിൽ നിന്നാണ് കേട്ടത്, അന്ന് ഞാൻ നിർത്തിയതാ എൻ്റെ മദ്യപാനം. ആ വചനം അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പിന്നീട് കുടിച്ചിട്ടില്ല. എന്നും ഫാദറിൻ്റെ പ്രസംഗം ഞാൻ രാവിലെ കേൾക്കും, എന്നും കേൾക്കും. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തങ്കച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ചോദിച്ചു, ഇന്ന് എൻ്റെ കുടുംബം സന്തോഷമാകാൻ കാരണം നിങ്ങൾ ഈ പറഞ്ഞ വചനം ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയതാണ്. ആ വചനമാണ് നിലത്തു വീണ കണ്ണാടി പോലെ പൊട്ടിയ ജീവിതത്തെ അനുഗ്രഹമുള്ള ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒരുമയുള്ള ഒരു കുടുംബം എനിക്ക് വേണമെന്ന്, ഒരു കൂട്ടായ്മയുള്ള ഒരു കുടുംബം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എത്രയോ ആഗ്രഹിച്ചാ ദൈവമേ എൻ്റെ മകളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്, എത്രയോ ആഗ്രഹിച്ചാണ് ദൈവമേ എൻ്റെ മകൻ വിവാഹം കഴിച്ചത്. പക്ഷേ നിലത്ത് വീണ കണ്ണാടി പോലാണല്ലോ ദൈവമേ അവരുടെ ജീവിതം. ചിലപ്പോൾ എത്രയോ ആഗ്രഹിച്ചാണ് നിങ്ങളുടെ മകനെ പല സ്ഥലങ്ങളിൽ പഠിക്കാൻ വിട്ടത്. ചിലരെ ബാംഗ്ലൂർ, ചെന്നൈ, അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയയിൽ, കാനഡയിലൊക്കെ പഠിക്കാൻ വിട്ടു. ഇപ്പോൾ ആകെ അസ്വസ്ഥനാണ്, വിളിക്കുന്നില്ല, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര നിങ്ങളുടെ പ്രതീക്ഷകൾ കണ്ണാടിച്ചില്ല് പോലെ പൊട്ടിയതുപോലെ തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് വേണ്ടായിരുന്നു എന്ന് പോലും ചിലപ്പോൾ തോന്നും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് യാക്കോബ് ശ്ലീഹ പറഞ്ഞു, ദൈവവചനമാകുന്ന കണ്ണാടി, ഇത് കണ്ണാടിയാണെന്ന്. ആദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെങ്ങനെയാ കണ്ണാടിയാകുന്നത്? ഇതൊരു പുസ്തകമല്ലേ, ഇത് ദൈവവചനം, ഇതെങ്ങനെയാ കണ്ണാടിയാകുന്നത്? ഇത് മുഖം കാണിക്കത്തില്ല. ഇത് മുഖം കാണിക്കുന്ന കണ്ണാടിക്ക് 50 രൂപയുള്ളൂ, 10 രൂപയുള്ളൂ, 500 രൂപയൊക്കെ കിട്ടും. പക്ഷെ ഇത് ജീവിതത്തെ, ഏത് പൊട്ടിയ ജീവിതത്തെയും ശരിയാക്കുന്ന കണ്ണാടിയാണ് ദൈവവചനമാകുന്ന കണ്ണാടി. 1 മണിക്കൂറായിട്ട് നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 1:10 1 മണിക്കൂർ, 1.25 മണിക്കൂറായി ഈ പുസ്തകത്തിൽ ഈ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കേട്ടെ, നിലത്ത് കണ്ണാടി ചില്ല് പോലെ പൊട്ടിയ, നിലത്ത് വീണ് പൊട്ടിയ ഒരു കണ്ണാടിക്കും ഒരു ജീവിതവും ശരിയാക്കാനുള്ള കഴിവില്ല. ഒരാളുടെ ജീവിതവും ശരിയാക്കാനുള്ള കഴിവില്ല. 5000 രൂപയിൽ 5 ലക്ഷം രൂപയുടെ കണ്ണാടിയാണേലും നിലത്ത് വീണ് പൊട്ടിയ ഒരു കണ്ണാടിക്ക് ഒരു മനുഷ്യന്റെ മുഖം പോലും മര്യാദയ്ക്ക് കാണിച്ചു കൊടുക്കാനുള്ള കഴിവില്ല. എന്നാൽ നിലത്ത് വീണ് പൊട്ടിയ ജീവിതങ്ങളെ എത്ര പൊട്ടിയാലും അതിനെ ചേർത്തൊട്ടിച്ച് അതിനെ നല്ലതാക്കി മാറ്റാൻ ഈ കണ്ണാടിക്ക് പറ്റും. ഈ കണ്ണാടിക്ക് പറ്റും. ഈ കണ്ണാടി വിലയുള്ളതാണ്. ഇതാണ് നമ്മുടെ, എൻ്റെ, നിങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ പൊട്ടിപ്പോയ ജീവിതങ്ങൾ. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് ആരെ കൊണ്ടാ കൈവപ്പ് മേടിക്കേണ്ടത്, ആരെ കൊണ്ടാ ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ദൈവമേ, എൻ്റെ ഒരു കൗൺസിലിങ്ങിനേക്കാളും ഒരു കൈവപ്പിനേക്കാളും ശക്തമാണ് ഈ കണ്ണാടി. ഈ കണ്ണാടി നിങ്ങളുടെ ജീവിതത്തെ കേവലം ഒരു ഭംഗിക്ക് വേണ്ടി ഒട്ടിക്കുകയല്ല, അതൊരിക്കലും പൊട്ടാത്ത വിധത്തിൽ വീണ്ടും ചേർത്തൊട്ടിച്ചു വെക്കും. തകർന്നു പോയ എത്ര ജീവിതങ്ങളാ. എനിക്കറിയാവുന്ന ഒരാൾ വന്ന് പറഞ്ഞേ, ഞങ്ങളെ ഉപദേശിക്കൊന്നും വേണ്ട ഫാദർ, ഞങ്ങൾ ഒത്തുപോകുന്നൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾ ആ പ്ലാനേ ഇല്ല. പിന്നെ എന്തിനാ വന്നത്? ഇവളുടെ ഒരു നിർബന്ധം. ആയിക്കോട്ടെ, നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഒത്തുപോകത്തില്ലെന്നും ഒരിക്കലും ശരിയാകത്തില്ലെന്നും പറഞ്ഞ ജീവിതങ്ങൾ ഇന്ന് ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കറിയാം, എൻ്റെ വാക്കുകളുടെ പ്രത്യേകത കൊണ്ടല്ല, ഈ കണ്ണാടിയുടെ പ്രത്യേകതയാണ്. ഈ കണ്ണാടിയിൽ നോക്കുന്ന ജീവിതങ്ങൾ വികൃതമാകത്തില്ല. ഈ കണ്ണാടിയോട് ചേർന്നിരിക്കുന്നവന്റെ ജീവിതം വെളിച്ചമുള്ളതായി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒന്നും കൂടി ഒന്ന് കേട്ട് അവസാനിപ്പിക്കുകയാണ്. ആദ്യം മുതൽ കേട്ട കാര്യങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ബസ്സിൽ കയറുമ്പോൾ മറന്നു പോവല്. ദൈവത്തോട് ബന്ധമുള്ള നിങ്ങൾ ഒരു അനുഗ്രഹമുള്ള ഒരാളായി മാറും. മറക്കുമോ? മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കാരണം പഴയ നിയമത്തിലെ ജോഷുവ ദൈവസാന്നിധ്യത്തിൻ്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ കൂടെ നിന്നു. ചിലരൊക്കെ പറഞ്ഞു കാണും, മണ്ടൻ, വെറുതെ സമയം കളയുന്നവൻ. മണ്ടത്തരം. കാലം തെളിയിക്കും അത് മണ്ടത്തരമല്ലെന്ന്. ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, ദൈവവചനത്തോട് ചേർന്നിരിക്കുന്നത് മണ്ടത്തരമല്ല, അത് ബുദ്ധിയുള്ള ഒരു കാര്യമാണെന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ തെളിയിക്കും. ഇപ്പൊ ചിലർ പറയില്ലേ, പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട, ദൈവാരാധന വേണ്ട, കാലം തെളിയിക്കും അത് വലിയ മണ്ടത്തരമായി എന്ന്. ബാബേൽ ഗോപുരം പണിതപ്പം അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഭയങ്കര ബുദ്ധിമാന്മാരാണ്, വലിയ സംഭവം, പക്ഷെ കാലം തെളിയിച്ചു അത് മണ്ടത്തരമാണെന്ന്. നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി, ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ വചനത്തിനനുസരിച്ച്. ലോകം പറഞ്ഞു നോഹ മണ്ടൻ,
മഴയില്ലാത്തിടത്ത് പെട്ടകം ഉണ്ടാക്കുന്നു. ഇയാൾക്ക് തലയ്ക്കെന്തോ ഓളമാണ്, എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ കാലം തെളിയിച്ചു അത് മണ്ടത്തരമല്ലായിരുന്നു എന്ന്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് മണ്ടത്തരവാ നിന്ന് പറഞ്ഞാലും കാലം തെളിയിക്കും അത് മണ്ടത്തരമല്ലെന്ന്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ആരാധനയില്ല, ഇപ്പൊ പറയും ബുദ്ധിമാനാണെന്ന്, പക്ഷെ കാലം തെളിയിക്കും അത് മണ്ടത്തരമായി പോയി എന്ന്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ജീവിതം എത്ര പൊട്ടിയതായിക്കോട്ടെ, ഇന്ന് ഈ കണ്ണാടിയിൽ ഈ നിയോഗത്തിൽ ചേർത്ത് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഒരു നിമിഷം കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം എനിക്കും നിനക്കും വേണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം ത്യാഗത്തോടെ നിലത്തും കസേരയിലൊക്കെ നിങ്ങൾ ഇരുന്നല്ലോ. നിങ്ങളുടെ നല്ല മനസ്സിന്, നല്ല വ്യക്തിത്വത്തിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇത്രയൊന്നും ഇരിക്കാൻ എനിക്ക് പോലും പറ്റത്തില്ല. ഇത്രയൊന്നും ചൂട് സഹിച്ചിരിക്കാൻ ഞാനാണ് ഇച്ചിരി ഇറങ്ങി ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് വെക്കും. 1.25 മണിക്കൂറായിട്ട് ആരും ഇറങ്ങിപ്പോകാതെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആ കണ്ണുകളൊന്ന് ഒന്നടച്ച് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ കേട്ടോ. ഞാൻ വലിയ ആളും നിങ്ങൾ താഴെ നിൽക്കുന്നവരുമെന്ന ഒരു കാറ്റഗറിയിലല്ല. ഒരു മനസ്സോടെ, ഒറ്റ മനസ്സോടെ, ആരുമാകട്ടെ നിങ്ങൾ, ജീവിതം എത്ര പൊട്ടിയതാകട്ടെ. ചിലർ പറയുന്നു എനിക്ക് കേസുണ്ട്, ഞാനൊരു ചതിയിൽപ്പെട്ടു, ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധ്യതയില്ല. എല്ലാം കൂടി കണക്ക് കൂട്ടി പറഞ്ഞാൽ നിലത്തു വീണ് പൊട്ടിത്തകർന്ന വല പോലെ പൊട്ടിയ, ആയിരക്കണക്കിന് കഷ്ണങ്ങളായി പൊട്ടിച്ചെറിയ കണ്ണാടി പോലെ പൊട്ടിയ ഒരു ജീവിതമാണേലും ഇന്ന് ആ ദൈവവചനത്തോട് ചേർത്ത് വയ്ക്ക്, ചേർത്ത് നിർത്ത്. എനിക്കിനിയൊരു ഭാവിയൊന്നും ഉണ്ടാകില്ല പറയരുത്. ഇനിയൊരു നല്ല ഒരു കാര്യമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല പറയല്ല്. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നീ നോക്ക്, വെറുതെ നോക്കിയിട്ട് പോകല്ല്. നിന്നെ തന്നെ സമർപ്പിച്ചിട്ടാ പോകുന്നെങ്കിൽ എത്ര വീണ് പൊട്ടിയതാണേലും, എത്ര വിധത്തിൽ തകർന്ന് തരിപ്പണമായി പല കഷ്ണങ്ങളായി ചിതറി എന്ന് പറഞ്ഞാൽ പോലും ദൈവം അതിനെ പതുക്കെ ഒട്ടിക്കാൻ ചേർക്കാൻ തുടങ്ങും. ആ പ്രവൃത്തി ഇന്ന് നിങ്ങളിൽ ദൈവം ചെയ്യും. എത്രയോ പേർ ആഗ്രഹിക്കുന്നു, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ ഒരു സ്നേഹമില്ല, ഒരു കൂട്ടായ്മയില്ല, ഒരൊത്തൊരുമയില്ല, ഐക്യമുണ്ടാകട്ടെ. ആ വിടവ് ദൈവത്തിന്റെ ആത്മാവ് നികത്തട്ടെ. ആ വിടവ് കുടുംബത്തിൽ നിന്നും മാറിപ്പോകട്ടെ. ആ വിടവ് കുടുംബത്തിൽ നിന്നും മാറിപ്പോകട്ടെ. ദൈവാനുഗ്രഹത്തിന്റെ ചില അത്ഭുത ചലനങ്ങൾ സംഭവിക്കട്ടെ. ദൈവാനുഗ്രഹത്തിന്റെ ചില അത്ഭുത ചലനങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് ഒന്നും കൂടി ഒന്ന് കേട്ടെ. ഇതെത്ര പറഞ്ഞിട്ടും എനിക്ക് കൊതി തീരുന്നില്ല, എത്ര പറഞ്ഞിട്ടും എനിക്ക് ഇതങ്ങോട്ട് സമാധാനം വരുന്നില്ല. ഇത് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ജോഷുവയോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ജോഷുവ, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ ഉന്നതനാക്കും. ജോഷുവ ചോദിച്ചു, അതെന്താ അങ്ങനെ? എനിക്ക് മാത്രം എന്താ ഈ ഒരു ഭാഗ്യം? നീ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നവനാണ്. മോശയുടെ ആ നിയോഗത്തിൽ കൈവപ്പ് സ്വീകരിച്ചവനാണ്. മോനെ ജോഷുവ, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ ഉന്നതനാക്കും. ഇവിടെ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയട്ടെ, അനേകരുടെ മുമ്പിൽ നാളുകളിൽ തല ഉയർത്തി നിൽക്കാൻ, ഉന്നതനായി നിൽക്കാൻ നിനക്ക് നിന്റെ കുടുംബത്തിന്റെ ഭാഗ്യമുണ്ടാകട്ടെ. ശിരസ് ഉയർത്തുന്നത് ദൈവമാണ്, അനുഗ്രഹിച്ച് ഉയർത്തുന്നത് ദൈവമാണ്. ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം താഴ്ത്തുകയല്ല, ഉയർത്തുകയാണ് ചെയ്യുന്നത്. കണ്ണാടി ചില്ല് പൊട്ടിയതുപോലെ പൊട്ടിയതാണേലും ഈ കണ്ണാടി നിങ്ങളുടെ ജീവിതത്തെ ഒട്ടിച്ചു ചേർക്കുന്ന ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ദൈവപ്രവൃത്തിയുടെ സമയമാണ്. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി പിടിച്ച് ഒരിക്കൽ കൂടി അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ബന്ധമാണ് എന്റെ അനുഗ്രഹം, ബന്ധമാണ് എന്റെ അഭിഷേകം. വിട്ടുപിരിയാൻ കഴിവതില്ലേ, ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോ ഒന്ന് പാടാമോ? വിട്ടുപിരിയാൻ കഴിവതില്ലേ, ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോ മറഞ്ഞിരിപ്പാൻ കഴിവതില്ലേ, ആ കരുതൽ നനച്ചിടുമ്പോ വിട്ടുപിരിയാൻ കഴിവതില്ലേ, ആ സാന്നിധ്യം
നാഥാനിൻ സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം മതി. നാഥാനിൻ സാന്നിധ്യം മതി. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ശിമയോൻ ദൈവഭക്തനായിരുന്നു. ആ ശിമയോനാണ് ദൈവം ഒരുക്കിയത് കണ്ണുകൾ കൊണ്ട് കണ്ടത്. പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളെ, ദൈവം ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാമോ? അതായിരിക്കട്ടെ നാളുകളിൽ നിങ്ങളുടെ സാക്ഷ്യം. ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഒരു മഞ്ഞ കാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിനകത്തൊരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ചോദിച്ചിട്ട് ആ പ്രാർത്ഥന ഒന്ന് വായിക്കാമോ? ആ പ്രാർത്ഥന എന്തെന്നറിയാമോ? നമ്മളിവിടുന്ന് പ്രാർത്ഥിച്ച് നൽകുന്ന ആ ഒരു എണ്ണ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ എല്ലാ ദിവസവും പുരട്ടി ചോദിച്ചേട്ടൻ ചെല്ലുന്ന ആ പ്രാർത്ഥന അതിനകത്താണ് ഉള്ളത്. യേശുവെ, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ 3 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി ആ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കാനാണ് എല്ലാ ദിവസവും എഴുതിയിരിക്കുന്നത്. ഒരമ്മ എന്ന നിലയിൽ, അപ്പനെന്ന നിലയിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥന ചൊല്ലി ഓരോ ദിവസവും നിങ്ങൾ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമായി ഉത്തരമായി മാറുന്ന അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് അത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഫോണിലൂടെ അയച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചെണ്ണം മേടിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയൽവാസിക്ക് കൊടുക്കാൻ പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് അത് മാറും. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിവിടെ എഴുതിയിട്ട എല്ലാ നിയോഗത്തെയും മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ആ നിയോഗത്തിൻ്റെ മേൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് വിശ്വാസത്തിൽ നമുക്ക് കാണാം. കാരണം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് എനിക്ക് ലഭിക്കുമെന്ന ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ എഴുതിയിട്ട കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. 1000 രൂപയുടെ ഒരു പെട്ടിക്കകത്തിട്ടു എന്നല്ല എൻ്റെ അർത്ഥം. യേശുവേ, നിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഏൽപ്പിച്ചു തന്നത്. കണ്ണാടിച്ചില്ല് പോലെ പൊട്ടിയ ജീവിതമാണ് എൻ്റേത്. തകർന്നു തരിപ്പണമായ ചില സാഹചര്യത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ മുകളിലാണ്. എനിക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത അധികം സഹനങ്ങളും വേദനകളും എനിക്കുണ്ട്. ചില സമയത്തെൻ്റെ ശരീരം, മനസ്സ് തകർന്നു പോകുന്നത് പോലെയും തളർന്നു പോകുന്നത് പോലെയും എനിക്ക് തോന്നാറുണ്ട്. എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ എന്നോട് തന്നെ ചിലപ്പോൾ ചോദിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ നിങ്ങളുടെ സങ്കടം ഏതായാലും ദൈവകരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാം. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മക്കൾ, ജീവിത പങ്കാളി, ശുശ്രൂഷ മേഖലകൾ, സകലതിനെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇത് മാറുന്നത്. ഒരു ഹല്ലേലൂയ പറയുമ്പോഴായിരിക്കും എനിക്ക് ആ വിഷയത്തിൻ്റെ മേൽ ഒരു വിടുതൽ കിട്ടുന്നത്. ഇന്ന് 50 പേരോടടുക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എഴുതിയും പറഞ്ഞതുമായി 50ഓളം പേരുടെ സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമല്ല, ഈ ഒരാഴ്ച കാലം ദൈവം ചെയ്ത നമ്മുടെ കുഞ്ഞു അറിവിലും പരിചയത്തിലുമുള്ള സാക്ഷ്യങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷേ നോഹ എന്ന വ്യക്തി പഴയ കാലത്ത് ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് പേടകമുണ്ടാക്കിയപ്പോൾ പലരും പറഞ്ഞു കാണും, മണ്ടനാണ്, എന്തൊക്കെയോ ചെയ്തു കൂട്ടുവാണെന്നൊക്കെ പറഞ്ഞു കാണും. ദൈവത്തിൻ്റെ വാക്കുകേട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച നോഹ പിന്നീട് കാലം തെളിയിച്ചു. ദൈവവചനം കേൾക്കുന്നത് മണ്ടത്തരമല്ലെന്നും ദൈവവചനത്തിൽ നിൽക്കുന്നത് ഒരു പൊട്ടത്തരമല്ലെന്നും കാലം തെളിയിച്ചു. അത് അനുഗ്രഹമാണെന്ന് കാലം തെളിയിച്ചു. ആ പെട്ട
ഒട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. എവിടെയെങ്കിലും തട്ടിമുട്ടി തകർന്നു പോയി എന്നല്ല, അരാരത്ത് പർവ്വതത്തിൽ ഉറക്കേണ്ട സ്ഥലത്ത് ദൈവം ഇളകിപ്പോകാതെ ഉറപ്പിച്ചു. ചില നന്മകൾ തന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം ഉറപ്പിക്കും. ചില അത്ഭുത വിടുതലുകൾ നൽകി ദൈവം നിങ്ങളെ നന്മകൾ തന്ന് അനുഗ്രഹിച്ചു ഉറപ്പിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ എഴുതിയിട്ട നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം നമ്മളിലേക്ക് ഉയർന്നു വരുന്ന ഒരു സമയമാണ്. ജോഷുവ ദൈവത്തിന്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. നോനിന്റെ പുത്രനായ ജോഷുവ ദൈവ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. ആ ജോഷുവയെ മോശ പ്രാർത്ഥന കഴിയുമ്പോഴൊക്കെയും തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇതേ ജോഷുവയെ കുറിച്ച് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ജോഷുവ, ദൈവമായ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ ഉന്നതനാക്കും. പ്രാർത്ഥിക്കുന്ന എന്നെ, പ്രാർത്ഥിക്കുന്ന എൻ്റെ നിയോഗത്തെ, പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തെ, ആരാധിക്കുന്ന എൻ്റെ തലമുറയെ അനേകരുടെ മുമ്പിൽ ഉന്നതനാക്കുന്ന ഒരു ദൈവമുണ്ട്. അതും എങ്ങനെയേലും അല്ല, അനുഗ്രഹിച്ചുന്നതനാക്കുന്ന ദൈവം, അനുഗ്രഹിച്ചുന്നതനാക്കുന്ന ദൈവം. ഏതെല്ലാം വിഷയത്തിനകത്താണ് നിങ്ങളൊരു വിടുതൽ ആഗ്രഹിക്കുന്നത്, ഏതെല്ലാം കാര്യത്തിലാണ് നിങ്ങളൊരു പ്രാർത്ഥന, ഒരു മറുപടി ആഗ്രഹിക്കുന്നത്, ആ വിഷയമെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? നിലത്തു വീണ കണ്ണാടി ചില്ല് പൊട്ടുന്നത് പോലെ പല കഷ്ണങ്ങളായി പൊട്ടിപ്പോയ ഭാവിയുണ്ട്, പൊട്ടിപ്പോയ ജീവിതമുണ്ട്, പൊട്ടിപ്പോയ സാമ്പത്തികമുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന ഒരുപക്ഷെ കണ്ണാടി നിലത്തു വീണ് പൊട്ടിയാൽ അത് വീണ്ടും ഒട്ടിച്ചു ചേർക്കുക സാധ്യമല്ലായിരിക്കാം. ഒട്ടിച്ചു ചേർത്താൽ തന്നെ അതിൻ്റെ പാടുകൾ അതിൽ നിലനിന്നിരിക്കാം. എന്നാൽ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കുന്നവൻ, ആ വചനത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നവൻ, എത്ര തകർന്നു പോയാലും എത്ര പൊട്ടിപ്പോയാലും പല കഷ്ണങ്ങളായി തകർന്നു തകർച്ചയുടെ ഏറ്റവും താഴെ നിലയിൽ എത്തിപ്പെട്ടാലും അവനെ ദൈവം വീണ്ടും പണിതുയർത്തുമെന്നല്ലേ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാധനാ മനോഭാവത്തോടെ കരങ്ങളൊന്ന് ഉയർത്താമോ? ആരാധനാ മനോഭാവത്തോടെ മുട്ടുകൾ മടക്കാതെ കരങ്ങൾ ഉയർത്തി നിർത്താമോ? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? എവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത്? എവിടെയാണ് നിങ്ങൾ വീണുപോയത്? എവിടെയാണ് നിങ്ങൾ തകർന്നു പോയത്? എവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്? എവിടെയാണ് ദൈവത്തിന്റെ ഒരു ചേർത്ത് പിടിക്കൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തകർന്നു പോകേണ്ട സ്ഥാനത്ത് പോലും തകർന്നു പോകാതെ, വീണു പോകേണ്ട സ്ഥാനത്ത് പോലും വീണു പോകാതെ നടത്തുന്ന ദൈവകരം നിന്നെ താങ്ങുന്നുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ലൂക്കാസ് സുവിശേഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ദൈവത്തിന്റെ വെളിപാട് കൊടുത്തു. ഞാൻ കാത്തിരുന്ന രക്ഷ, ശിമയോൻ പറഞ്ഞു, എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഞാൻ കാത്തിരുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത് നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ, അത് അനുഭവിക്കാൻ ഇടവരട്ടെ. കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒരു 5 പേരെങ്കിലും കേൾക്കത്തക്ക വിധം അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരും സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുതം നിറയാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ ചില വിടുതലുകൾ നടക്കും, ഇപ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കുവാൻ, ഇപ്പോൾ ചില രോഗസൗഖ്യങ്ങൾ നടക്കുവാൻ, അത്ഭുതകരം നിങ്ങളിൽ ഉണ്ടാകുവാൻ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറുവാൻ, കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറുവാൻ, പരസ്പരം ഐക്യമുള്ള കൂട്ടായ്മയുള്ള കുടുംബം ഉണ്ടാകുവാൻ, അനുഗ്രഹമുള്ള ഒരു തലമുറ ഉയർന്നു വരുവാൻ എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ചു ചേർന്ന് പാടാം. സത്യത്തിലും ആരാധന, 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 യാതെന്ന ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോട്ടിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മമ്രയുടെ തോട്ടിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, 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 യാതെന്ന ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന, മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന, 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 യാതെന്ന ദൈവത്തിന് ആരാധന,
യാക്കോബിന്റെ ദൈവത്തിന് ആരാധന 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 യാവല്ല ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ജഗത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന ആരാധകത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന 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 യാവല്ല ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മൾ തുടർന്ന് നമ്മുടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം യഥാസ്ഥാനങ്ങളിൽ നമുക്കൊന്നിരിക്കാം. ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, തിരക്കുണ്ട്. എങ്കിലും സമയവും സാഹചര്യവും പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പേരുകൾ പറഞ്ഞാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്തിനെന്ന് പറയാം. കാരണം യേശു അനുഗ്രഹിച്ചത് പേര് പറഞ്ഞാണ് ചിലരെ അനുഗ്രഹിച്ചത്. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ഒരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം നാളുകളിൽ അവരുടെ ജീവിതം അനുഗ്രഹമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ദൈവകരങ്ങളിൽ ആരുടെയൊക്കെ പേരുകൾ പറയുന്നുവോ, ഇനി ആരുടെയെങ്കിലും പേരുകൾ പറഞ്ഞില്ലെങ്കിൽ കൂടി അവരെ കൂടി യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ മറുപടി പറയും, കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥന മറ്റൊരനുഗ്രഹത്തിന് കാരണമാകും. അനുഗ്രഹമാണ് മറ്റൊരനുഗ്രഹത്തെ സൃഷ്ടിക്കുന്നത്. കർത്താവെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ അനുഗ്രഹിച്ചതിനെ ഞാനും അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ അത് എൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും. ദൈവനാമത്തിൽ ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹാരാൻ ഫിലിപ്പോസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമൽ തോമസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്റ്റാൽമനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമൽ ജോസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോഷ്മിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എലിസബത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റെബേക്കായെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണദാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂസി സേവറെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൽബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷോളിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആഷ്ലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോസഫിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബെറ്റ്സിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുനിതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തെരേസയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്റണിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സതീഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിഗോരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓമനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിജോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പുണ്ണിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഞ്ജലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോകുലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമിത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബെൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അരുണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാറ ജോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സജീവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലയോണ ഫിലിപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലെക്സിമോളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഞ്ജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആഗ്നസ്
ആഗ്നസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സോളമനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എലിസബത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്സയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അക്ഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷേർലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൽദോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ടെസൽ മേരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻഡോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിഷ്ണീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുരേഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജയ്സണെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൽമി വിഗോറിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബേബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോൺസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്കച്ചനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാന്തയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൻ ജിജി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ചാമയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിച്ചുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചിഞ്ചു ജോഷിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡെനിറ്റ് മാത്യുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിക്കുമോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആഷിറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൽഫിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എർബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അന്നക്കുട്ടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്മരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഫ്രൻസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡേവിഡിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡെയ്സിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മോളിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ടോമിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിനോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിസ്മോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിജോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിൻ വർഗീസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മിനി ബെന്നിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനി ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഇത്രയും പേരെ ഒന്ന് സ്തുതിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. വീണ്ടും സാധ്യമായ എല്ലാവരും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമേ. മരിയായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. KG എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പവിത്ര പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുത്രേസ്യായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജി ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമൽ സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഷ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിധിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിയോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെൽസ് പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിയൻ റയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സരസ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീസ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിൻസിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാന്ദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽഫോൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോകുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വപ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശൈലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏലിയാമ്മ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫെലിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുപമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാന്ദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെഫ്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേവദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലി ജിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയോ കുര്യാക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉണ്ണിക്കുറുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഡ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്വൈതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ശുശ്രൂഷകർ സാധ്യമെങ്കിൽ എഴുന്നേറ്റ് ഈ ജനത്തിൻ്റെ മേൽ കരങ്ങൾ നീട്ടി നമുക്ക് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയും കടപ്പാടും നമുക്കുണ്ട്. വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്നവരുണ്ട്. സമീപത്ത് നിന്ന് വന്നവരുണ്ട്. എത്ര ദൂരെ നിന്ന് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച് ഇവിടെ വന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചുറ്റുമുള്ളവരാണ്. നമുക്ക് ഇവരുടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഇവരെ അനുഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകരും പ്രാർത്ഥിക്കുന്നു. നന്ദജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാനിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനി ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോകുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനു സോനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാദർ മിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീലാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന ക്ലിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമൂല്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൻസെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൂബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെയിൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽഫോൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധന്യാമേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാനറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിബിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജിൻ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേസിൽ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റെനോൾഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജു ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റസ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിയ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചന്ദ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു നിമിഷം ഒന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഒന്ന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്
ഇത്രയും പേരുടെ വ്യക്തി നിയോഗങ്ങളെ, ആവശ്യങ്ങളെ ഇനി പേര് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരെ കൂടി ചേർത്ത് പിടിച്ച് ഈ സമയം കരങ്ങളെ ഉയർത്തി, സ്വരം ഉയർത്തി സ്തുതിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, ഈ ജനത്തിന്റെ മേൽ ഒരു വിടുതൽ അയക്കണമേ. ഈ ജനത്തിന്റെ മേൽ ചില അത്ഭുതങ്ങളെ അയക്കണമേ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇവർ സംഭവിക്കണമേ. ദൈവത്തിന്റെ അടയാളങ്ങൾ ഇവർ സംഭവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. യോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടും. കരങ്ങൾ താഴ്ത്തി. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. നമ്മുടെ എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ കയ്യിൽ നിയോഗ ജപമാല കൊന്തയുണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ പാസ്പോർട്ടോ വെഞ്ചരിക്കാനുള്ള വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളതല്ലേ? ചിലപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാകും, ചിലപ്പോൾ വെള്ളമാകും. അതൊന്ന് കയ്യിലെടുത്ത് പിടിക്കാമോ? ഇനി നിങ്ങളുടെ മനസ്സിലെ ആ നിയോഗത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലൊന്ന് കാണാം, വിശ്വാസത്തിലൊന്ന് കാണാം. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ ഈ ആലയത്തിൻ്റെ തൊട്ടടുത്തുള്ളവർ തുടങ്ങി, ഈ പ്രദേശത്തുള്ളവർ തുടങ്ങി, വിദൂരങ്ങളിൽ നിന്ന് വന്നവർ തുടങ്ങി എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ട ഷിൻഡോ അച്ഛൻ്റെ കൂടെ വന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഷാജൻ ബ്രദറിൻ്റെ കൂടെ എറണാകുളത്ത് നിന്ന് വന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ തിരുവനന്തപുരത്തു നിന്ന് വന്നവരിലൂടെ ഞങ്ങൾ ഓർക്കുന്നു. കണ്ണൂർ ജില്ല ചെറുപുഴയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട ആ സഹോദരിയുടെ നേതൃത്വത്തിൽ വന്ന ആ വാഹനത്തിലുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിലും ട്രെയിനിനും ഒക്കെയായി ഇവിടെ വന്നവരുണ്ട്. ഇന്നലെ വന്നവർ, മിനിഞ്ഞാന്ന് വന്നവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. വിവിധ പ്രാർത്ഥനകളോടെ വിവിധ ദേശങ്ങളിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് വന്നവർ, പല ദേശങ്ങളിൽ നിന്നും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളുടെ തിരിച്ചുള്ള യാത്ര നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. എവിടെയും തടസ്സപ്പെട്ടു പോകത്തില്ല. സുരക്ഷിതമായി നിങ്ങളുടെ വീടുകളിലെത്തും. ഒരു നല്ല സന്തോഷമുള്ളൊരു അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലെത്താൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു മണ്ടത്തരമല്ലെന്ന് തെളിയും. കാലം അത് തെളിയിച്ചു തരും. ഈ പ്രാർത്ഥനയും ആരാധനയും ഒരു മണ്ടത്തരമല്ലെന്ന് കാലം തെളിയിക്കും. ജീവിതത്തിൽ ദൈവം അത് തെളിയിച്ചു തരും. അങ്ങനെയെങ്കിൽ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാം, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്. ഒരു രാജ്യത്തിന് വേണ്ടി ഓടാൻ പോയ വ്യക്തി ഓട്ടം തുടങ്ങിയപ്പോൾ കുറച്ചു കഴിഞ്ഞ് വീണുപോയി. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ അസ്ഥി പൊട്ടിയിരിക്കുന്നു, എല്ല് പൊട്ടിയിട്ടുണ്ട്, ഓടരുതെന്ന് പറഞ്ഞു. ചുറ്റിക്കെട്ടി വെച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓടിയേ പറ്റൂ, എൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള നിയോഗമാണ്. അല്ല, നിങ്ങൾ തോക്കുമെന്നറിഞ്ഞിട്ടും എന്തിനാ ഓടുന്നത്? എന്നാലും ട്രാക്കിലൂടെ കാലുകൾ വലിച്ചുകൊണ്ട് നിരങ്ങി ആ മനുഷ്യനോട് ക്യാമറ മുഴുവൻ, ആളുകൾ, മൈക്കുകൾ മുഴുവൻ പല ഭാഗത്ത് ഓടി വന്നു. തോക്കുമെന്നറിഞ്ഞിട്ടും എന്തിനാ ഓടിയത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, രാജ്യത്തിൻ്റെ നിയോഗമാണ് ഓടണമെന്ന്. ജയിച്ചവനേക്കാൾ കൂടുതൽ ജയിച്ചത് നിയോഗത്തിൽ പോയവനാണ്. ജയിച്ചവനേക്കാൾ, വിജയിച്ചവനേക്കാൾ മുമ്പിലെത്തിയത്. തോക്കുമെന്നറിഞ്ഞിട്ടും ഓടി. ചില കാര്യങ്ങൾ നടക്കുകയല്ല, ചില കാര്യങ്ങൾ ശരിയാകലെന്ന് തോന്നിയപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതാണ്. നാളുകളിൽ അത് അനുഗ്രഹമാകാൻ പോകുന്നത്, നാളുകളിൽ അത് വിടുതലാകാൻ പോകുന്നത്, നാളുകളിൽ അത് സൗഖ്യമാകാൻ പോകുന്നത്. ഞങ്ങളുടെ ശരീരത്ത് രോഗമുള്ളവർ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, എൻ്റെ നടുവിൻ്റെ വേദന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വയറിനകത്തുള്ള ചില പ്രശ്നങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഹൃദയ സംബന്ധമായ ചില പ്രയാസങ്ങൾ എനിക്കുണ്ട്. എനിക്ക് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നമുണ്ട്. വിട്ടുമാറാത്ത ചില വേദനകൾ എനിക്കുണ്ട്. ഇതെല്ലാം ചില അലർജി രോഗങ്ങളുണ്ട്. ഓപ്പറേഷന് പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. ചില കാര്യങ്ങളെ ഓർത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡേറ്റ് കിട്ടിയവരുണ്ട്. എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചേ. ശിരസിനകത്ത് ചില ട്യൂമർ ഉള്ളവർ, വയറിനകത്ത്
ദേഹത്ത് മുഴയുള്ളവർ, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ നിങ്ങളിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോലിയുടെ മേഖല, കർത്താവേ, എൻ്റെ മകൻ എൻ്റെ മകൾക്കൊരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ, അവന് നല്ല ജീവിതം ശരിയായിരുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ കൈയെത്തുന്ന ദൂരത്ത് ചില അത്ഭുതങ്ങൾ കാണാൻ ഇടവരട്ടെ. ഒരു പുതിയ വഴി ദൈവം നിനക്ക് തുറന്നു തരട്ടെ. ആ വിഷയത്തെ ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്ന് ഉരുളുന്നവരെ, വിഷമിക്കുന്നവരെ, വേദനിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അവരുടെ സ്ഥല പ്രശ്നം, സാമ്പത്തിക പ്രശ്നത്തെ അങ്ങ് പരിഹരിക്കണമേ, അങ്ങ് പരിഹരിക്കണമേ. വിവിധ ഭാഷകൾ പഠിക്കുന്നവരെ, ജർമ്മൻ പോലുള്ള വിവിധ ഭാഷകൾ പഠിക്കുന്നവരെ പഠിച്ചു വിജയിക്കാൻ ഇടയാക്കണമേ. ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ എത്തിയിട്ടുള്ള യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹമാകും കേട്ടോ, നിങ്ങളൊരു അനുഗ്രഹമാകും കേട്ടോ. നിങ്ങൾ ജോഷുവ യുവാവായിരുന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ കൂടാരത്തെ ചേർന്നിരുന്നപ്പോൾ അത് ഇസ്രായേലിന്റെ മുമ്പിൽ ജോഷുവയെ ഉന്നതനാക്കിയതുപോലെ, പ്രിയ യുവാവേ, പ്രിയ യുവതി, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്നത് ഓരോ ശുശ്രൂഷയിലൂടെയുമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഒത്തൊരുമയുള്ള ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയുള്ള ഒരു ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ആരും വഴിതെറ്റി പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. തെറ്റായ ബന്ധങ്ങളിൽ ഒരാൾ പോലും ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ സന്തോഷിക്കാൻ ഇടവരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ മക്കളെ നോക്കി നാട്ടിലുള്ള 10 പേരേലും പറയണം, ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, പേരക്കുട്ടികളെ നോക്കിയിട്ട് ആ നാട്ടിലുള്ള, ആ ദേശത്തുള്ള മിനിമം ഒരു 10 പേരേലും പറയണം, ഈ കുഞ്ഞിന് അനുഗ്രഹം ഉണ്ടെന്ന്, ഈ മകൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് 10 പേരേലും പറയത്തക്ക വിധം ഈ ജനത്തിന്റെ മേൽ അനുഗ്രഹം ഉണ്ടാകണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിന്റെ അൾത്താരയിൽ എഴുതിയിട്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു. നിയോഗ കൗണ്ടറിൽ പേര് കൊടുത്തവരെ ഓർക്കുന്നു. നമുക്ക് സാധ്യമെങ്കിൽ ആ നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം അത് നിയോഗത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വിശുദ്ധ ജലം തളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിക്കുക. ചില പേപ്പറുകൾ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്ത് പിടിക്കുക. എന്നിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കൈ മടക്കാതെ നിവർത്തി പിടിച്ചുകൊണ്ട്, നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എനിക്കൊരു സാക്ഷ്യം പറയുവാൻ ഇടവരുത്തണമേ. എനിക്കൊരു അത്ഭുതത്തെ കാണുവാൻ ഇടയാകണമേ. രക്ഷിക്കുന്ന കരം എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ അനുഗ്രഹം തരണമേ. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കുമ്പോൾ വൈദികർ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കും. ആരാധനയുടേതായ ഒരു ഗാനം ചേർന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അധരത്തെ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളടച്ച് സാധ്യമെങ്കിൽ കരങ്ങൾ കൂപ്പിയോ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ കൈകളിൽ കിട്ടിയ ഒരു ചെറിയ കാർഡിൽ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥന ഇതാണ്: യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദിവസവും ചെല്ലണം. അത് ഇവിടെ നിന്ന് കിട്ടുന്ന എണ്ണയോ തൈലമോ നെറ്റിയിൽ വരച്ച് പ്രാർത്ഥിക്കണം. അതിവിടെ നിന്നുള്ളൊരു നിയോഗമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ അനുഗ്രഹങ്ങൾ പറയാനിട വരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കാൻ ഒരിട വരത്തില്ല. കാരണം അവർ ദൈവാത്മാവിനാൽ നിറഞ്ഞ്
അനുഗ്രഹമുള്ളവരായി മാറും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ട പ്രാർത്ഥനയാണ് തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മൾ വേണം ഒരു തലമുറയെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ, ആരാധിക്കുന്ന ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഞാനും നിങ്ങളുമാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനുണ്ട്. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഈ ആലയത്തിലേക്ക് വന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഈ വചനം ഞങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഈ ആലയവുമായി ബന്ധപ്പെട്ട ഏറ്റവും അയൽവാസിയുമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ദൂരെ നിന്ന് വന്നവരുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ഓർക്കുന്നു, എത്ര രാത്രി 9 മണിയാകുമോ 10 മണിയാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ യാത്ര നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ട അച്ഛനെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. വാഴക്കുളത്ത് നിന്ന് വന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. അച്ഛൻ വളരെ സഹോദര തുല്യമാണ് നമ്മളോട് ഇടപെട്ടതും. നല്ലൊരു കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു. ഒത്തിരി ശുശ്രൂഷകർ പറഞ്ഞു അച്ഛൻ അർപ്പിച്ച ബലിയും നൽകിയ സന്ദേശം ഒത്തിരി അനുഗ്രഹമായിരുന്നു എന്ന് അച്ഛനെ ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അച്ഛനും ശുശ്രൂഷയിൽ നിൽക്കുന്ന 100 കണക്കിന് ആളുകൾ അച്ഛൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഞാൻ പോയപ്പോൾ കണ്ടതാണ്. അതുപോലെ ഒരു സ്ഥലത്താണ് അച്ഛനും നിൽക്കുന്നത്. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ വന്ന് എല്ലാവരെയും ഓർക്കുന്നു. ഷാജൻ ബ്രദറിനെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ഷാജൻ ബ്രദറും ഈ ആലയത്തെ സ്നേഹിക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വന്ന അദ്ദേഹമാണ് നമ്മുടെ ശുശ്രൂഷയെ സഹായിക്കുന്ന, ഞങ്ങളുടെ ഈ ആലയത്തെ ഒരു കുടുംബം പോലെ കാണുന്ന ഷാജൻ ബ്രദറിൻ്റെ കൂടെ വന്നവരെ, അതോടൊപ്പം ഓരോ ആളുകളുടെയും കൂടെ വന്നവരുണ്ട്. ഞങ്ങളാരും വിളിച്ചുകൊണ്ട് വന്നതല്ല, അവർ സ്വന്തം താല്പര്യത്തിൽ ഓരോരുത്തർ അനുഗ്രഹമാകുവാൻ കൂട്ടിക്കൊണ്ട് വന്നവരാണ്. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, കൗൺസിലിംഗ് കിട്ടിയില്ല, ഒന്നും പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടിയില്ലോ, പിണങ്ങരുത്, വിഷമിക്കരുത്. കാരണം എല്ലാത്തിനൊരു പരിധിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന തുടങ്ങി ഈ സമയം വരെ വേറൊന്നിനും ഒരു കാര്യത്തിനും 5 മിനിറ്റ് മാറ്റാതെ എല്ലാം സാധിക്കുന്നിടത്തോടെ കണ്ടു. ആരും പിണങ്ങിപ്പോകരുത്, സന്തോഷത്തോടെ പോകണം. നിങ്ങൾക്ക് തുടർന്ന് ഞങ്ങളെല്ലാവരും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ 1-ാം തീയതിയാണ്. നാളെ മുതലുള്ള ഓരോ ദിവസങ്ങളിലും ഓരോരുത്തർ നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. അടുത്ത വ്യാഴാഴ്ച അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ആദ്യ വെള്ളിയാഴ്ചയാണ് വരുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന കിട്ടിയില്ലെങ്കിൽ മേടിക്കാവുന്നതാണ്, തൈലം മേടിക്കാവുന്നതാണ്. ഈശോയുടെ നല്ല ആശീർവാദത്തെ നമുക്ക് സ്വീകരിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങളെ ഉയർത്താം. പ്രിയപ്പെട്ട സോജനച്ചൻ പരിശുദ്ധ കുർബാന കരങ്ങളെ ഉയർത്തിയൊന്ന് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു നേർച്ച നേർന്നേ. എനിക്കൊരു സാക്ഷ്യം ഈ അൾത്താരെ പറയണം. ഈ അൾത്താരിൽ എൻ്റെ ശബ്ദം, സാക്ഷ്യത്തിൻ്റെ ശബ്ദം ഉയരണം. എല്ലാവരും സ്തുതിച്ച് ഈശോയുടെ നല്ല ആശീർവാദം പരിശുദ്ധാത്മാവെ നിറയണമേ. രാജാവ് നീയല്ലോ, പിതാവ് നീയല്ലോ, രാജാവ് നീയല്ലോ, പിതാവ് അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല, അങ്ങേ പോലെ